हरि ओम श्री गुरुभ्यो नमः। ओम श्री नारायण परमगुरवे नमः। ओम श्री महासरस्वती नमः. 91ാമത്തെ ശിവഗിരി തീർത്ഥാടനം ഈ സായം സന്ധ്യവേളയിൽ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഗുരുചര്യ തമിഴ് കർണാടക ദേശങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികളെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കടമ. ഗുരുദേവൻ കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് ഭഗവാൻ. കേരളം കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ ഗുരുദേവൻ സഞ്ചരിച്ചത് തമിഴ്നാടും കർണാടക. അതല്ലാതെ പ്രത്യേകമായിട്ട് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടോ, തമിഴരാണ് ശരിക്കും ഭക്തി ഉള്ളത്. അതിനർത്ഥം നമുക്ക് ഭക്തി ഇല്ലെന്നല്ല, ഭക്തിയുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഗുരുദേവൻ സഞ്ചരിച്ചു. ക്ഷേത്രങ്ങളിലോ അവിടെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ കർണാടകത്തിലും ഗുരുദേവൻ മംഗലാപുരത്ത് കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രം, അത് കഴിഞ്ഞ് പിന്നെ ഉടുപ്പി ജില്ലയിൽ ശിവഗിരി മഠാധിപതിയായിരുന്ന ശങ്കരാനന്ദ സ്വാമി കട്പാടി വിശ്വനാഥ ക്ഷേത്രം, അങ്ങനെ കർണാടകത്തിൽ 2 ക്ഷേത്രം പ്രധാനപ്പെട്ടത്. തമിഴ്നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഗുരുദേവൻ. അപ്പോൾ അവിടെ ഗുരുഭക്തരുടെ ചര്യ എങ്ങനെയാണെന്നുള്ള ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ധർമ്മസംഘത്തിൻ്റെ പരമാചാര്യൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഇന്ന് ഇങ്ങനെ ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2 സംസ്ഥാനത്തു നിന്ന് അതിഥികൾ വന്ന് ചേർന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ സ്വാഗതം പറയേണ്ടത് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ MP കൊടികുന്നിൽ സുരേഷ് ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് കൊടികുന്നിൽ സുരേഷ്. ഇവിടെ നിന്ന് എത്തിച്ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിനെ അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വക സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീണ ജോർജ്, എല്ലാവർക്കും അറിയാം, കൊറോണ സമയത്ത് ആദ്യത്തെ മന്ത്രിസഭയിൽ നമ്മുടെ ശൈലജ ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ CM ഏൽപ്പിച്ചത് വീണ ജോർജിനെയാണ്. ഒരു വീട്ടിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ കാത്ത് രക്ഷിക്കണം, അവരുടെ സംരക്ഷണം എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അമ്മമാർക്ക്. അതേപോലെ ഇന്ന് കേരളത്തിൽ ഒരു അമ്മയുടെ സ്ഥാനത്തിരുന്ന് കേരളീയർക്ക് കൂടുതൽ അസുഖം വരാത്ത രീതിയിൽ പുതിയ പുതിയ പദ്ധതികളിവിടെ കൊണ്ടുവന്ന് എല്ലാവരെ സംരക്ഷിക്കാനുള്ള ആ കടമ ഏറ്റെടുത്ത് മാഡം ചെയ്തിരിക്കുകയാണ് വീണ ജോർജ്. ഇന്ന് അവർ നമ്മുടെ ഈ 91ാമത് ശിവഗിരി തീർത്ഥാടന വേദിയിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. അവരെ ഞാൻ ആദരപൂർവ്വക ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ കർണാടകത്തിൽ നിന്ന് BK ഹരിപ്രസാദ്, ഇദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രചാരത്തിലുള്ള ആളാണ്. ഇന്ത്യ രാജ്യങ്ങളിൽ പ്രചാരണത്തിന് പോകുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് BK ഹരിപ്രസാദ്. ഇംഗ്ലീഷ് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുള്ള ആളാണ് BK ഹരിപ്രസാദ്. ഇപ്പോൾ കർണാടകത്തിൽ MLA ആണ്. ഇന്ന് നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ BK ഹരിപ്രസാദിനെ ഞാൻ ഈ 91ാമത് ശിവഗിരി തീർത്ഥാടന ഗുരുചര്യ തമിഴ് കർണാടക ദേശങ്ങളിൽ
എങ്ങനെയാണെന്നുള്ള ಈ ಸಮ್ಮೇಳನಕ್ಕೆ ಆದರಪೂರ್ವಕ ಸ್ವಾಗತ ചെയ്യുകയാണ്. ಬಿ ಕೆ ಹರಿಪ್ರಸಾದ್ ರವರೇ, ತುಂಬ ಸಂತೋಷ. ಈ ನಮ್ಮ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದು ಮುಟ್ಟಿದ್ದೀರಿ, ನೀವು ಇಲ್ಲಿ ಸೇರಿದ್ದೀರಿ, ತುಂಬ ಸಂತೋಷ. അതുപോലെ ഇനി ഒരാൾ നമുക്ക് വരാനുണ്ടോ? വാഴൂർ സോമൻ MLA വന്ന് ചേർന്നിട്ടില്ല ഇതുവരെ. അതുപോലെ നമ്മുടെ വേദിയിൽ നമ്മുടെ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമി ഉണ്ട്. അദ്ദേഹത്തിനൂടെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വക സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ പരമാചാര്യൻ സച്ചിദാനന്ദ സ്വാമികൾ എല്ലാ സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കാറുണ്ട്. വിട്ടുപോയതുകൊണ്ട് ഞാൻ ക്ഷമയാചിക്കുകയാണ്. ഈ തീർത്ഥാടനത്തിന് ഇത്ര ആൾക്കാർ വരാൻ കാരണം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് എത്തിച്ചേരാൻ കാരണം സ്വാമിയുടെ ദിവ്യപ്രബോധന ധ്യാനം. ഒരു ജനസമൂഹ ആത്മീയ ദാരിദ്ര്യം കൊണ്ടോ ഉറങ്ങിക്കിടക്കുന്ന ഒരു സമൂഹത്തെ തട്ടി ഉണർത്തി ഇന്ന് ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ തീർത്ഥാടനത്തിന് വരാൻ കാരണമാണ് നമ്മുടെ ആചാര്യൻ സച്ചിദാനന്ദ സ്വാമികൾ. അദ്ദേഹത്തിന് ആദരപൂർവ്വക ഈ വേദിയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ PS പ്രശാന്ത് അല്പസമയത്തിനകം ഇപ്പോൾ എത്തിച്ചേരും. ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ്. അതുപോലെ ശ്രീമതി ഗീത നാസീർ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗ വന്നു ചേരുന്നു പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഡോക്ടർ M ആനന്ദകുമാർ, സീനിയർ പ്രൊഫസർ തമിഴ് വിഭാഗ, ഗാന്ധിഗ്രാം സർവകലാശാല, അവരിപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട്. 91ാമത് ശിവഗിരി തീർത്ഥാടന വേദിയിൽ ഞാൻ ആദരപൂർവ്വക സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന്. അതുപോലെ ബോംബെ ബില്ലവർ അസോസിയേഷൻ രാജ വി സാല്യൻ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്ന രാജ വി സാല്യന് ഈ വേദിയിൽ ഞാൻ ആദരപൂർവ്വക സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശിവഗിരിയുടെ ഓരോ അംഗമായിരിക്കുന്ന മുൻ MLA വർക്കല കഹർ ഇവിടെ വന്ന് ചേർന്നിരിക്കുകയാണ് വേദിയിൽ. അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഇന്ന് അതിഥികൾ ഇന്നിവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് N ഇളങ്കോ, തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് ഗുരുധർമ്മ പ്രചരണ സഭയുടെ. കേരളത്തിൽ മാത്രം പോരാ, ഗുരുധർമ്മ പ്രചരണ തമിഴ്നാട് കർണാടകത്തിൽ വേണം. നമ്മുടെ സ്വാമിമാർ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് അദ്ദേഹം ഇവിടെ വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വം ഈ വേദിയിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നൊരാൾ D രാമചന്ദ്രൻ, ലീഡർ ഓഫ് ഈളത്തപ്പിള്ള കമ്മ്യൂണിറ്റി മധുര ലീഡർ ഇവിടെ വന്ന് എത്തിച്ചേരിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ടൂറിസ്റ്റ് കേന്ദ്രമായ ഗോവ ചെറിയ സംസ്ഥാനമാണ്. അവിടെ ഒരുപാട് ഗുരുഭക്തന്മാർ ഉള്ളത് കൊണ്ടോ നമ്മുടെ ശശിധര ചേട്ടൻ പോലുള്ളവർ അവിടെ ചെന്ന് നല്ല പോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അവിടെ ഒരു ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വലിയ സംഘടന ഉണ്ട് അവിടെ. അതിൽ പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ ശശിധരൻ സാർ. അതിൻ്റെ മുൻ പ്രസിഡൻ്റാണ് SNG MS ഗോവ. അദ്ദേഹത്തിന് ഞാൻ ഈ 91ാമത്തെ ശിവഗിരി തീർത്ഥാടനത്തിന് വേദിയിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ നഗരസഭ പിതാവായ ഡോക്ടർ രാജി, അദ്ദേഹത്തിന് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ നമ്മുടെ ശിവഗിരിയുടെ എല്ലാമായ വർക്കല MLA ഡോക്ടർ അഡ്വക്കേറ്റ് ജോയ് അവരെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിൽ സ്വാഗതം ചെയ്യുകയാണ്. ക്ഷമിക്കണേ, ഞാൻ കർണാടക സ്വദേശിയായതുകൊണ്ടും മലയാളം ശുദ്ധമല്ല, അതുകൊണ്ടോ. ഈ സമ്മേളനത്തിന് ഒരു സവിശേഷതയുണ്ട്. കേരളത്തിന് പുറത്ത് തമിഴ് കന്നഡ ദേശങ്ങളിൽ ഗുരുചര്യപ്രകാരം ജീവിക്കുന്ന ചില സമൂഹങ്ങളുടെ നേതാക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ള തീർത്ഥാടകരെ, സദസ്യരെ, ശ്രോതാക്കളെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഞാനിവിടെ പ്രസംഗിക്കാൻ നിൽക്കുകയല്ല. ആമുഖമായി 2-3 കാര്യങ്ങൾ ഇവിടെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രം നിൽക്കുകയാണ്. ഇങ്ങനൊരു സമ്മേളനം വേണം എന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി ധർമ്മസംഘത്തിൽ നിന്നും ഞാനും ശുഭാംഗാൻ സ്വാമിയും ശാരദാൻ സ്വാമിയും ഋതംബരാൻ സ്വാമിയും ഒക്കെ ചേർന്ന് തീരുമാനിച്ചത് ഒരു പ്രത്യേക കാരണത്താലാണ്. പലരും ധരിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം കേരളത്തിലെ ഒരു ജനവിഭാഗത്തിൻ്റേതാണ് എന്നാണ്. ആ ഒരു വിശ്വാസം തിരുത്തപ്പെടണം. ഗുരുദേവൻ കേരള നാടിന് ആചാര്യൻ എന്നുള്ള സങ്കല്പം വിട്ട് ഗുരുദേവൻ്റെ പ്രവർത്തനം ഏതെല്ലാം മേഖലയിൽ ചെന്നിട്ടുണ്ട് എന്നും ഇന്ന് ഗുരുദേവ പ്രസ്ഥാനം എങ്ങനെ നിലനിൽക്കുന്നുവെന്നും മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ്. ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ പ്രവർത്തിച്ചതുപോലെ തമിഴ്നാട്ടിൽ വ്യാപകമായി ഗുരുദേവൻ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കോട്ടാറിലുള്ള ക്ഷേത്രം, അവിടെ നല്ല സീനിയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ ഭവാനി എന്ന ദേശത്ത് ഗുരുദേവനൊരു പ്രതിഷ്ഠ നടത്തി. മധുരയിൽ 1913 ആശ്രമം സ്ഥാപിച്ചു. പിള്ളയാർപേട്ടയിൽ സ്ഥാപിച്ചു. സേലത്ത് ആനന്ദാശ്രമം ഉണ്ടായി. അതുപോലെ കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം ഇന്നും തമിഴ്നാട്ടിലെ പ്രമുഖ സ്ഥാപനമാണ്. മദ്രാസിൽ ശ്രീനാരായണ മന്ദിരമുണ്ടായി. മദ്രാസിലെ മാമ്പലത്ത് ശ്രീനാരായണ ആശ്രമം ഉണ്ടായി. അങ്ങനെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ എത്തുകയും അവിടെ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ തമിഴ്നാട്ടിലെ ഒരു വലിയ ജനവിഭാഗം, അവരെ ഇല്ലത്ത് പിള്ളമാർ എന്ന് പറയും. ആ ഇല്ലത്ത് പിള്ളമാർ എന്നുള്ള ജനവിഭാഗം ശ്രീനാരായണ ഗുരുദേവനെ തങ്ങളുടെ ഗുരുവായി സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ജനവിഭാഗമാണ്. ഇന്നും ഇന്നലെയുമായിട്ട് ഇവിടെ 100 കണക്കിന് തമിഴന്മാർ, ഇല്ലത്ത് പിള്ള സമുദായത്തിൽപ്പെട്ടവരും അല്ലാത്തവരുമായ 100 കണക്കിന് തമിഴ് വംശജർ ഇവിടെ ശിവഗിരിയിൽ വന്ന് ശാരദാമഠത്തിലും സമാധിയിലും ദർശനം ചെയ്ത് ഇന്ന് രാവിലെ നടന്ന തീർത്ഥാടന ഘോഷയാത്രയിലും അവരൊക്കെ പങ്കാളികളായി. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വലിയ ഒരു ജനവിഭാഗം ശ്രീനാരായണ ഗുരുദേവനിലേക്ക് കടന്നു വരികയും തമിഴ്നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിരവധി ഗുരുമന്ദിരങ്ങളും ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഗുരുദേവൻ്റെ പ്രവർത്തനം കർണാടകത്തിൽ വ്യാപിച്ചിരുന്നു. കേരളം കഴിഞ്ഞ് കർണാടകത്തിലേക്ക് പോയാൽ മംഗലാപുരത്ത് ഗുരുദേവന് സ്ഥാപിച്ച ഗോകർണനാഥ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായൊരു ക്ഷേത്രമാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വന്ന് ദർശനം ചെയ്ത് അത്യത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കർണാടകത്തിലെ മംഗലാപുരം ഗോകർണനാഥ ക്ഷേത്രം.
മംഗലാപുരത്തും ദക്ഷിണ കർണാടകത്തിലുമായി 100 കണക്കിന് ഗുരുദേവ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഗുരുദേവൻ്റെ പഞ്ചലോക വിഗ്രഹമോ ശിലാവിഗ്രഹമോ അതല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള വിഗ്രഹവും ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ കർണാടക ദേശത്ത് നിരവധി ഗുരുദേവ ക്ഷേത്രങ്ങളും അതുപോലെ സ്ഥാപനങ്ങളും സ്കൂളുകളും എന്ന് വേണ്ട വലിയ പ്രസ്ഥാനം കർണാടകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള ബില്ലവ എന്നുള്ള സമുദായം പൂർണ്ണമായും ഗുരുദേവനെ അവരുടെ ഗുരുവായും ദൈവമായും കണ്ട് ആരാധിക്കുന്നവരാണ്. കേരളത്തിലുള്ള ഗുരുദേവ ഭക്തരെക്കാൾ കൂടുതൽ ഗുരുദേവനോട് ഭക്തിയും വിശ്വാസവുമുള്ളവരാണ് കർണാടകത്തിലുള്ള ഭക്തന്മാരും തമിഴ്നാട്ടിലുള്ള ഭക്തന്മാരും എന്ന് കാണാൻ സാധിക്കും. ദക്ഷിണ കർണാടകത്തിൽ നിന്നും ഇവിടെ ശിവഗിരിയിൽ നമ്മുടെ ഇപ്പോൾ പ്രസംഗിച്ച സത്യാനന്ദ തീർത്ഥസ്വാമി, അദ്ദേഹം കർണാടക വംശജനാണ്. ശിവഗിരിയിലെ ബ്രഹ്മവിദ്യാലയത്തിൽ വന്ന് പഠിച്ച് സന്യാസം സ്വീകരിച്ച് ശിവഗിരി ധർമ്മസംഘത്തിൽ അംഗമായി നിന്ന് പ്രവർത്തിക്കുന്നയാളാണ് സത്യാനന്ദ തീർത്ഥസ്വാമികൾ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാസത്തിൽ ഒരു 2, 3, 4 ബസ് തന്നെ ശിവഗിരിയിൽ വരും. കർണാടകത്തിൽ നിന്നും ഗുരുദേവ ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ച് ശിവഗിരിയിൽ വന്ന് ദർശനം ചെയ്തു പോകുന്ന 100 കണക്കിന് കർണാടക വിശ്വാസികൾ ഭക്തന്മാരുണ്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഗുരുവിൻ്റെ പ്രവർത്തനം ദക്ഷിണേന്ത്യയിൽ വ്യാപകമായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും. പിന്നെ ആന്ധ്രയിൽ 1926 ഗുരുദേവനുള്ളപ്പോൾ തന്നെ ഗുരുദേവൻ്റെ ശിഷ്യനായ സദ്ഗുരു മലയാള മഹർഷി ആന്ധ്രയിൽ ആശ്രമം സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ ഗുരുദേവൻ്റെ ശിഷ്യനായ ശങ്കരൻ പരദേശി സ്വാമിയും അതേപോലെ ശിവപ്രസാദ് സ്വാമിയും ബോധാനന്ദ സ്വാമിയും ഒക്കെ തന്നെയും വടക്കേ ഇന്ത്യയിൽ നിരവധി സ്ഥാപനങ്ങൾ ഗുരുദേവൻ്റെ പേരിൽ ഏർപ്പാട് ചെയ്തിരുന്നു. ഇന്നും അവയിൽ പലതും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നാം മനസ്സിലാക്കേണ്ടത് ഗുരുദേവൻ്റെ പ്രവർത്തനം കേരളത്തിൽ മാത്രമായി വ്യാപിച്ചിട്ടുള്ളതൊന്നല്ല, അത് ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചിരുന്നു എന്നുള്ള സത്യം നാം വേണ്ടവണ്ണം അറിയേണ്ടതുണ്ട്. ഗുരുദേവൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷം, അതിൻ്റെ റിപ്പോർട്ട് വിവേകോദയത്തിൽ കുമാരനാശാൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഗുരുദേവൻ്റെ ജയന്തി ആഘോഷം, ഷഷ്ടിപൂർത്തി ആഘോഷം കർണാടകത്തിലും തമിഴിലും ഏതൊക്കെ ദേശങ്ങളിൽ നടന്നെന്ന് വിശദമായി കുമാരനാശൻ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ, ബോംബെയിലും കൽക്കട്ടയിലും ഇന്ത്യക്ക് വെളിയിൽ മലേഷ്യയിലും സിംഗപ്പൂരിലും സിലോണിലുമൊക്കെ ഗുരുദേവൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷം നടന്നതിൻ്റെ റിപ്പോർട്ടുകൾ വളരെ വ്യക്തമായി നമുക്കിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് ഗുരുദേവൻ കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചതാണ് എന്നുള്ള സങ്കുചിതമായ ചിന്താഗതിയെ മാറ്റിക്കളഞ്ഞ് വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെ അറിയുവാനും ഉൾക്കൊള്ളുവാനും പ്രവർത്തിക്കുവാനും സാധിക്കണം. ഇന്ന് ഈ സമ്മേളനത്തിൽ, തമിഴ് കർണാടക സമ്മേളനത്തിൽ ഞങ്ങൾ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും മന്ത്രിമാരെയും മറ്റുള്ളവരെയൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് വിചാരിച്ച് ചില ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും സമയം വേണമെന്നും ക്ലിപ്തപ്പെടാതെ വന്നപ്പോൾ ആ ശ്രമങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. എങ്കിൽ തന്നെയും കർണാടകത്തിലെ എം എൽ എ ശ്രീമാൻ BK ഹരിപ്രസാദ് അവറുകളും കർണാടകത്തിൽ നിന്ന് ബില്ലവ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റ് ശ്രീ രാജാ വി സാല്യനും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അതേപോലെ തമിഴ് വംശജനായിരിക്കുന്ന ശ്രീ ഡോക്ടർ ആനന്ദകുമാറുണ്ട്. അതുപോലെ അഡ്വക്കേറ്റ് ഇളങ്കോ, അദ്ദേഹം ഗുരുധമ്മ പ്രചരണ സഭയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. തമിഴ്നാട്ടിൽ വ്യാപകമായി വീടാന്തരം കയറി ഇറങ്ങി ഗുരുദേവൻ്റെ ഫോട്ടോയും ഗുരുദേവൻ്റെ പ്രാർത്ഥനയും ഗുരുദേവനെ സംബന്ധിച്ച ലഘുപുസ്തകങ്ങളൊക്കെ വിതരണം ചെയ്ത വ്യക്തിയാണ് ഇളങ്കോ. അതിനെല്ലാ സഹായങ്ങളും ചെയ്ത വ്യക്തിയാണ് നമ്മളുടെ വീരേശ്വരാനന്ദ സ്വാമി. വീരേശ്വരാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ഗുരുധമ്മ പ്രചരണ സഭയുടെ പ്രവർത്തനം വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യവും നാം ഈ അവസരത്തിൽ മനസ്സിലാക്കണം. ഗുരുധമ്മ പ്രചരണ സഭയുടെ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുണ്ട്. അങ്ങനെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഗുരുദേവൻ ചെയ്ത സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനം എന്ന നിലയിലാണ് ഈ സമ്മേളനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ വന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയോടും
അധ്യക്ഷം വഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് അവറുകളോടും ഞങ്ങൾക്കുള്ള വലിയ സ്നേഹവും സന്തോഷവും നന്ദിയും ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റ് വാഴൂർ സോമൻ അവറുകളെ ഞാൻ തന്നെ വിളിച്ചതാണ്. അദ്ദേഹം പീരുമേട് MLA ആണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് പീരുമേട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രത്യേകമായി വിളിച്ചത്. അപ്പോൾ ഈ സമ്മേളനം വളരെ വിജയപ്രദമാക്കുവാൻ തമിഴ് കർണാടക എന്നുള്ള ആ ഒരു ടൈറ്റിലിൽ ആ ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികളെ ഓരോരുത്തരെയും പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP-യെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുചര്യ തമിഴ്നാട് കർണാടക ദേശങ്ങളിൽ എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തുന്ന കർണാടകത്തിൽ നിന്നുള്ള MLA-യും മുൻ രാജ്യസഭാ അംഗവും സീനിയർ കോൺഗ്രസ് നേതാവുമായ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമൊക്കെയായ ശ്രീ VK ഹരിപ്രസാദ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ PS പ്രശാന്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ഗീത നസീർ, സീനിയർ പ്രൊഫസർ തമിഴ് വിഭാഗം ദിണ്ടിഗലിലെ ഡോക്ടർ G രാമചന്ദ്രൻ, പ്രശസ്ത ഗാന്ധിയൻ ഡോക്ടർ G രാമചന്ദ്രൻ സ്ഥാപിച്ച ഗാന്ധി ഗ്രാം സർവകലാശാലയിലെ സീനിയർ പ്രൊഫസർ ഡോക്ടർ ആനന്ദകുമാർ, വില്ലവ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കർണാടക രാജാവ് V സാലിയൻ, ഗുരുധർമ്മ പ്രചരണ സഭയുടെ തമിഴ്നാട് സ്റ്റേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് N ഇളങ്കോ, NSGMS ഗോവ അതിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ KR ശശിധരൻ, കർണാടക ഗുരുധർമ്മ പ്രചരണ സഭയുടെ പ്രസിഡന്റ് ശ്രീ KC ബിജു, ബഹുമാനായ വർക്കല MLA അഡ്വക്കേറ്റ് V ജോയ്, മുൻ MLA ഏറെ ബഹുമാനായ ശ്രീ വർക്കല കഹാർ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസ ഏറെ ബഹുമാന്യനായ ശ്രീമദ് സത്യാനന്ദ തീർത്ഥ സ്വാമികൾ, കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന ശ്രീമദ് വിശേഷാനന്ദ സ്വാമികൾ ആമുഖ പ്രസംഗം നടത്തി ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ച ശിവഗിരി മഠാധിപതി ധർമ്മസംഘം പ്രസിഡന്റ് കൂടിയായ സച്ചിദാനന്ദ സ്വാമി അവർകളെ, ജനറൽ സെക്രട്ടറി സ്വാമി ശിവകാനന്ദ സ്വാമി അവർകളെ, ഖജാൻജി സ്വാമി ശാദാനന്ദ അവർകളെ, തീർത്ഥാടന കമ്മിറ്റിയുടെ സെക്രട്ടറി സ്വാമി ഋതംബ്രാനന്ദ അവർകളെ, മറ്റു ബഹുമാനീയരായ അഭിവന്ദ്യരായ സ്വാമിമാരെ, പ്രിയപ്പെട്ട തീർത്ഥാടക സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, 91ാമത് ശിവഗിരി തീർത്ഥാടന മഹാമകം 15-ാം തീയതി മുതൽ ആരംഭിച്ച് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് കഴിഞ്ഞ 91 വർഷമായി വളരെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശിവഗിരി തീർത്ഥാടന മഹാമഹം ഈ വർഷവും വളരെ ശ്രദ്ധേയമായി
നടത്തുവാൻ ഗുരുദേവന്റെ അനുഗ്രഹം ധാരാളമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഓരോ തീർത്ഥാടന സമ്മേളനങ്ങൾ കഴിയുമ്പോഴും ശിവഗിരി തീർത്ഥാടനത്തിന്റെ മഹത്തായ സന്ദേശം അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും പരക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഓരോ തീർത്ഥാടനം കഴിയുമ്പോഴും മുൻ തീർത്ഥാടനങ്ങളിൽ വന്ന് സംബന്ധിച്ചതിനേക്കാൾ വലിയ ആൾക്കൂട്ടം, വലിയ തീർത്ഥാടക സംഘം നമുക്ക് അനുഭവപ്പെടുകയാണ്. ഒരു തീർത്ഥാടനത്തിലും ആളുകളുടെ കുറവുണ്ടായില്ല. ഒരുപക്ഷെ കോവിഡ് മഹാമാരി കാലത്ത് മാത്രമാണ് അന്ന് ഒരു ആഘോഷങ്ങൾ നമുക്കില്ലായിരുന്നു. ശിവഗിരി തീർത്ഥാടനത്തിന് പ്രത്യേകം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ തീർത്ഥാടനവും ഒരു ചരിത്ര സംഭവമായി മാറുന്നു. അത് ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളായി എഴുതി ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ രാജ്യത്തും ലോകത്തും തീർത്ഥാടനം നടക്കുന്ന കാലയളവിൽ ആ വർഷത്തിൽ ഉണ്ടാകുന്ന ലോകത്താകമാനം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാകുന്ന പലതരത്തിലുള്ള സംഭവവികാസങ്ങൾ, ആ സംഭവവികാസങ്ങൾ നാം പരിശോധിക്കപ്പെടുമ്പോൾ ആ സംഭവവികാസങ്ങൾ ഇല്ലാതാകുവാൻ, അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അത് ഉണ്ടാകാതിരിക്കാനുള്ള ഏക പോംവഴി ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ സംഘർഷം ഉണ്ടാകില്ല. അതിന്റെ പേരിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകില്ല. അതിന്റെ പേരിൽ വംശനാശം ഉണ്ടാകില്ല. അതിന്റെ പേരിൽ മനുഷ്യൻ തമ്മിലടിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തും ലോകത്തും ഇന്ന് നാം കാണുന്ന പലതരത്തിൽ യുദ്ധങ്ങളാകട്ടെ, ഏറ്റുമുട്ടലുകളാകട്ടെ, അതോടൊപ്പം തന്നെ അകൽച്ചകളും പലതരത്തിലുള്ള വിദ്വേഷങ്ങളും ഒക്കെ തന്നെ വരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇതിനൊക്കെ പരിഹാരം ജനങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ കഴിഞ്ഞാൽ, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഒരു യുദ്ധവും ഉണ്ടാകില്ല, ഒരു വർഗീയ സംഘടനവും ഉണ്ടാകില്ല, ഒരു തരത്തിലുള്ള അകൽച്ചയും മനുഷ്യർ തമ്മിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ലോക സമാധാനത്തിന് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ സനാതനമായ ദർശനങ്ങളാണ് എന്ന് ഈ അവസരത്തിൽ അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ വർഷവും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് ലോകത്തും ഉണ്ടാകുന്ന പലതരത്തിലുള്ള സംഘർഷങ്ങളുടെയും സംഘടനകളുടെയും ഏറ്റുമുട്ടലുകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയും, അതില്ലാതാകണമെങ്കിൽ, അത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ, അതിനി സംഭവിക്കാതിരിക്കണമെങ്കിൽ ഗുരു ശ്രീനാരായണ ഗുരുദേവനെ നാം മുന്നിൽ നിർത്തി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവൻ വിശ്വമാനവികതയുടെ പ്രതീകമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ലോകത്ത് തന്നെ മറ്റാർക്കും പറയാൻ കഴിയാത്തതും ഉദ്ഘോഷിക്കാൻ കഴിയാത്തതും കണ്ടെത്താൻ കഴിയാത്തതുമായ സത്യത്തെ കണ്ടെത്തിക്കൊണ്ട് മനുഷ്യന്റെ വളർച്ചയ്ക്ക്, മനുഷ്യന്റെ നിലനിൽപ്പിന്, മാനവികതയിലൂടെയുള്ള മനുഷ്യന്റെ മുന്നേറ്റത്തിന് സഹായകരമാകുന്ന തൻ്റെ കാഴ്ചപ്പാടുകൾ, തൻ്റെ ചിന്തകൾ, തൻ്റെ ചിന്തകളും തൻ്റെ പ്രവൃത്തികളിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് വിശ്വഗുരു മാത്രമല്ല ലോകഗുരുവായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ജാതി ദ്വേഷഭേദമില്ലാതെ സർവരത്തിനും സോദരത്വന് വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇവിടെ എന്നുള്ള ഗുരുവിന്റെ കൽപ്പനകൾ, ഗുരുവിന്റെ ആ പ്രഘോഷണം അതിപ്പോഴും ഇരമ്പുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സുകളിൽ.
നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇന്നും ലോകഗുരുവായി ഇന്നും ശ്രീനാരായണ ഗുരുദേവൻ അംഗീകരിക്കുന്നു. ഞാൻ എൻ്റെ വിശദാംശം ദീർഘമായി കടന്നു പോകുന്നില്ല. കഴിഞ്ഞ 6-7 ദിവസങ്ങളായി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശിവഗിരിയിൽ ഈ തീർത്ഥാടന കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഗുരുദേവന്റെ വ്യത്യസ്തങ്ങളായ ജീവിതവും അതോടൊപ്പം തന്നെ ഗുരുവിൻ്റെ യാത്രകളും ഗുരുവിൻ്റെ ദർശനങ്ങളും പലതരത്തിലുള്ള പ്രഭാഷണങ്ങളും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് സുദീർഘമായി കടന്നു പോകുന്നില്ല. ഇവിടെ അഭിമന്യ സച്ചിദാനന്ദ സ്വാമി ചൂണ്ടിക്കാണിച്ച പോലെ കഴിഞ്ഞ കുറേ നാളുകളായി കുറേ വർഷങ്ങളായുള്ള തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ അപൂർവമായി മാത്രമേ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടുള്ളൂ. പക്ഷെ ആ സമ്മേളനങ്ങളിലൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത, ആ സമ്മേളനങ്ങളിലൊന്നും സംവദിക്കാത്ത ഒരു പ്രത്യേക വിഷയമാണ് 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സെഷനിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അത് നമ്മൾ 90 വരെയുള്ള തീർത്ഥാടന സമ്മേളനങ്ങളിൽ ഗുരുചര്യയെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അവിടെ സ്ഥാപിച്ചിട്ടുള്ള പലതരത്തിലുള്ള ക്ഷേത്രങ്ങളും അവിടെ ഗുരുദേവന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഗുരു നടത്തിയിട്ടുള്ള ശ്രമങ്ങളും ഒന്നും ഒരുപക്ഷെ കഴിഞ്ഞ 90 തീർത്ഥാടന സമയം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ സച്ചിദാനന്ദ സ്വാമിയും പറഞ്ഞതുപോലെ മറ്റു സ്വാമിമാരുമായി കൂടിയാലോചിച്ചപ്പോൾ ഈ സമ്മേളനത്തിൽ 91ാമത്തെ സമ്മേളനത്തിൽ ഗുരുദേവന്റെ പരിശ്രമങ്ങൾ കേരളത്തിൽ മാത്രമല്ല തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഗുരുദേവൻ നടത്തിയ പരിശ്രമങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടണം. അതിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഗുരുവിൻ്റെ ദർശനങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ആ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ശ്രീനാരായണീയരെ ഇവിടെ പങ്കെടുപ്പിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീർത്ഥാടന കാലത്ത് ഗുരുചര്യ തമിഴ്നാട് കർണാടക ദേശങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നു. ഒരുപക്ഷെ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുകയുണ്ടായി. അഭിമന്യ സത്യാനന്ദ തീർത്ഥ സ്വാമികൾ തന്നെ കർണാടക സ്വദേശിയാണ്, അവിടെ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ ഭക്തനായി മാറുകയും ശ്രീനാരായണ ഗുരുദേവ ഭക്തനായി മാറി സന്യാസിയായി മാറുകയും ആശ്രമത്തിൽ ഗുരുദേവന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജീവിതം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹമാണ് ഇവിടെ സ്വാഗതം പറഞ്ഞത്. കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും നിരവധി ജനപ്രതികൾ അടക്കമുള്ള ശ്രീ ഹരിപ്രസാദ് ഉൾപ്പെടെയുള്ള ജനപ്രതികളും സാമൂഹ്യ പ്രവർത്തകരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അതുപോലെ തന്നെ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് വിശദാംശമായി കടന്നു പോകുന്നില്ല. അവരാണ് അവിടെ നടക്കുന്ന തമിഴ്നാട്ടിലും കർണാടകത്തിലും നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരിവിടെ വിശദീകരിക്കുമെന്നുള്ളത് കൊണ്ട് ആ സമയം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ കേരളം വിട്ടു പോകുമ്പോൾ ഞാൻ തമിഴ്നാട്ടിലും കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാരവാഹി ആയി എന്ന നിലയിലും പാർലമെന്റ് അംഗം എന്ന നിലയിലും കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിലുമൊക്കെ തന്നെ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ എവിടെ ചെന്നാലും ഇവിടെ കർണാടകത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ മാത്രമല്ല, ഞാൻ ഗുജറാത്തിൽ പല ഘട്ടങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ അഹമ്മദാബാദിൽ എനിക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ അവിടുത്തെ ഗുരുമന്ദിരത്തിൽ പോകുവാനും അവിടുത്തെ SNDPയുമായി ബന്ധപ്പെട്ട ശാഖ പ്രവർത്തനങ്ങളുമായി പരിചയപ്പെടുവാനും അവിടെ നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ അവിടെ ജനങ്ങളിൽ എത്തിക്കുവാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എനിക്ക് സ്വീകരണം ഉൾപ്പെടെ തന്നു. ഒരു വർഷം ഞാൻ ബോംബെയിൽ പോയപ്പോൾ മുംബൈയിൽ പോയി തൊട്ടടുത്ത് ബോംബെയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ ശിവഗിരി തീർത്ഥാടനത്തിന് സമാനമായ മറ്റൊരു തീർത്ഥാടനം അവിടെ ഗുരു മന്ദിരത്തിൽ അവിടുത്തെ ശ്രീനാരായണരെല്ലാം കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ആ ഒരു വർഷം അവിടെ ആ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് പോകാൻ കഴിയും. അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും മാത്രമല്ല
ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും, ഞാൻ ഛത്തീസ്ഗഡില് ഭിലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെയും ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുമന്ദിരത്തിൽ പോകാനും അവിടുത്തെ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്ന അവിടുത്തെ പ്രവർത്തകരെ എനിക്ക് കാണാൻ കഴിയും. ഞാൻ ഇതിന് തമിഴ്നാട്ടിനും കർണാടകത്തിനും അനുബന്ധമായി തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ സംസ്ഥാനങ്ങളിലുള്ള ആളുകളുണ്ട്, അവർ വിശദീകരിക്കുന്നു. ഞാനിൽ കിടക്കും. തമിഴ്നാട് കർണാടക മാത്രമല്ല, ഒരുപക്ഷേ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിൽ ആകൃഷ്ടരായ, ഗുരുദേവനെ അവതാര പുരുഷനായും കാണപ്പെട്ട ദൈവമായും ചിന്തിക്കുകയും അതനുസരിച്ച് ഗുരുദേവന്റെ ദർശനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കർണാടകത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ മാത്രമല്ല, ആന്ധ്രയിൽ മാത്രമല്ല, മറ്റിന്ത്യയിലെ മല സംസ്ഥാനങ്ങളിലും ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠ അടങ്ങിയ ഗുരുമന്ദിരവും അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി ഹാളും അതോടൊപ്പം തന്നെ ക്ലാസ്സുകളും അതുപോലെ പഠനങ്ങളും അതുപോലെ പ്രാർത്ഥനയൊക്കെ നടക്കും നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, വിദേശ രാജ്യങ്ങൾ, ശ്രീലങ്കയിൽ ശ്രീനാരായണ ഗുരുദേവൻ പോയ കാര്യം ഇവിടെ പറയുകയുണ്ടായി. സിലോണിലെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്ന, ശ്രീനാരായണ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള വലിയ സംഘടനകൾ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അങ്ങനെ ലോകവ്യാപകമായി ഗുരുദേവ ദർശനങ്ങൾ ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇത്തരമൊരു സാഹചര്യം. ഗുരുദേവനെ ഇന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. ഗുരുദേവനെ അറിയാത്തവരും ഗുരുദേവനെ അറിയുന്നു എന്നുള്ളതാണ്. ഗുരുദേവനെ കുറിച്ച് അറിയാൻ നിരവധി ഭാഷകളിൽ ഇന്ന് പുസ്തകങ്ങളുണ്ട്, അതുപോലെ ഓഡിയോ വീഡിയോകളുണ്ട്. വിദേശ രാജ്യങ്ങളിലെ ലൈബ്രറികളിലും അതോടൊപ്പം തന്നെ സർവകലാശാലകളിലുമൊക്കെ തന്നെ ഗുരുദേവന്റെ പുസ്തകങ്ങളും ഗുരുദേവനെ കുറിച്ച് അറിയാനുള്ള ഡോക്യുമെന്ററികളും ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വർഷങ്ങൾ പിന്നിടുമ്പോൾ, അല്ലെങ്കിൽ വർഷങ്ങൾ ഓരോന്നും പിന്നിടുമ്പോഴും ലോകത്താകമാനം വ്യാപിക്കുന്ന, ലോക ജനതയുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരൊറ്റ ഗുരു മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അത് മറ്റാരുമല്ല, ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുവാൻ എന്നെ ക്ഷണിച്ച അഭിനന്ദ സ്വാമിജിമാരോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി ബഹുമാനപ്പെട്ട മന്ത്രിയടക്കം ഹരിപ്രസാദ് MLA അടക്കമുള്ള നിരവധി പ്രാസംഗികർ ഈ സെഷനിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ദീർഘമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കാരണം ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വേദിയിൽ നിൽക്കുമ്പോൾ നിരവധിയായ കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും പരാമർശിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, ഒരു വേദിയല്ല എന്നുള്ളത് കൊണ്ട്, വിഷയത്തിൽ ഒതുങ്ങി നിന്ന് ഈ സെഷൻ ഗംഭീരമാക്കണം എന്നുള്ളത് കൊണ്ട്, ഈ സെഷൻ വളരെ വിജ്ഞാനപ്രദമാക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഗുരുദേവന്റെ ദർശനങ്ങളുടെ മുന്നോട്ട് പോകുന്ന നമുക്ക് ഗുരുദേവന്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന പ്രസംഗത്തിനായി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിന് ആധ്യക്ഷം വഹിക്കുന്ന ആദരണീയനായ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ആദരണീയനായ ശ്രീനാരായണ ധർമ്മസംഘത്തിൻ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ആദരണീയനായ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ, ഇവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ശ്രീമദ് സത്യാനന്ദ തീർത്ഥ സ്വാമികൾ, സെക്രട്ടറി മധുര ശാന്തലിംഗസ്വാമി മഠം ശ്രീമദ് വീരേശ്വരാനന്ദ സ്വാമികൾ, ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള MLA-മാർ, ബഹുമാന്യനായിട്ടുള്ള ശ്രീ BK ഹരിപ്രസാദ് MLA, ബഹുമാന്യനായ ശിവഗിരിയുടെ അംഗം തന്നെയായ ബഹുമാന്യനായ ശ്രീ V. ജോയ് MLA,
ആദരണീയരായ ശ്രീ പി എസ് പ്രശാന്ത്, പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ശ്രീമതി ഗീതാ നസീർ, ഡോക്ടർ എ ആനന്ദകുമാർ, ശ്രീ രാജാവി സാല്യൻ, അഡ്വക്കേറ്റ് എൻ ഇളങ്കോ, ശ്രീ ഡി രാമചന്ദ്രകുമാർ, ശ്രീ കെ ആർ ശശിധരൻ, ശ്രീ കെ സി ബിജു, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരെ, സദസ്സിലുള്ള ആദരണീയരെ, ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിനായി അറിവിൻ്റെ മഹാതീർത്ഥാടനത്തിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ്. അറിവിൻ്റെ തീർത്ഥാടനമായ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ 91ാമത് തീർത്ഥാടന സമ്മേളനത്തിൽ ഗുരുചര്യ തമിഴ് കർണാടക ദേശങ്ങളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രത്യേക സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നൽകിയ ദർശനങ്ങൾ കാലാതീതമായി നിലനിൽക്കുന്നതാണ്. ഗുരുദേവന് ജാതിയുടെയും മതത്തിൻ്റെയും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വേലിക്കെട്ടുകളില്ല. എല്ലാ അതിരുകൾക്കും അപ്പുറത്ത് കാലാതീതമായി നിലനിൽക്കുന്ന ലോകത്തിൻ്റെ ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം വളരെ വളരെ പ്രസക്തമാണ്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ നമുക്ക് വിശിഷ്ടാതിഥികൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഈ പറഞ്ഞത് 2-3 വാചകങ്ങളിൽ ഇംഗ്ലീഷിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. This is an historic moment in the 91st Shivagiri pilgrimage, which is the pilgrimage for attaining knowledge. A special session on Gurucharya in Tamil Nadu and Karnataka is being conducted, and I would take this opportunity humbly to congratulate and appreciate the very respected President Brahmasri Sachidananda Swamigal, General Secretary Subhangananda Swamigal, and all others of the Shivagiri Mutt for organizing this wonderful session. ഇത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഈസ് ദ എംബോഡിമെന്റ് ഓഫ് ലവ്, ലവ് ഫോർ ഹ്യൂമൻ ബീയിങ്സ്, love for living things, all living creatures, love for nature, and kindness to everyone, irrespective of caste, creed, religion, everything. And Srinarayana Gurudevan is a universal symbol of humanity. Srinarayana Gurudevan വിശ്വമാനവികതയുടെ പ്രതിരൂപമാണ്, പ്രതീകമാണ്. അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെയും അതിരുകൾക്കുള്ളിൽ അല്ല, ആഗോളതലത്തിൽ ലോകത്തിന് മുഴുവനും ദർശനമായി നിൽക്കുന്ന, വെളിച്ചം പകരുന്ന മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് നമുക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതൊരു ഒരു ചരിത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായി ഇതിനെ കാണുകയാണ്. കാരണം ഗുരുദേവൻ്റെ ദർശനങ്ങൾക്കും വാക്കുകൾക്കും ഇന്ന് വളരെ 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 പ്രസക്തിയുണ്ട്, വളരെ പ്രസക്തി ഏറി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒന്നിൻ്റെയും പേരിൽ നമ്മൾ വിഭജിക്കപ്പെടാൻ പാടില്ല. ഒന്നിൻ്റെയും പേരിൽ ഇനി
ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ വേദിയിൽ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഈ വേദിയിൽ പറഞ്ഞതായി ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചത്, ഗുരുദേവൻ നമ്മിൽ നിന്ന് മാറ്റിക്കളഞ്ഞ കാര്യങ്ങളെ തിരികെ കൊണ്ടുവരേണ്ടതില്ല. വളരെ പ്രസക്തമായ കാര്യമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ നമ്മൾ പൊളിച്ചു കളഞ്ഞതാണ്. അതിന് തിരികെ കൊണ്ടുവരേണ്ടതില്ല. അപ്പം ആ കാഴ്ചപ്പാടോടെ, ആ ദർശനത്തോടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളെ അത് കാണുന്നതിനും അതിനെതിരെ പ്രവർത്തിക്കുന്നതിനും നമുക്ക് കഴിയണം. മനുഷ്യനൊന്നാണ്. ആ മഹാദർശനമാണ് ഗുരുദേവൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിനപ്പുറം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സ്ഥാപനങ്ങൾ കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഗുരുദേവൻ്റെ നാമധേയത്തിലുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ദിക്കുകളിലും രാജ്യത്തിന് പുറത്തേക്കും ഗുരുദേവ ദർശനങ്ങളെ എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമുക്കുണ്ട്. ഗുരുദേവൻ പറഞ്ഞ ഓരോ വാക്കും ഓരോ കാഴ്ചപ്പാടും നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്. And I would like to remember one thing, the event when Sri Rabindranath Tagore visited Sri Narayana Gurudevan here 100 years ago. 100 വർഷം മുൻപ് രബീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ കാണുവാനായി എത്തിച്ചേർന്ന സന്ദർഭം ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. After that meeting, what Tagore told others was that I had the fortune of visiting many places across the globe. ആ മീറ്റിങ്ങിന് ശേഷം ടാഗോർ മറ്റുള്ളവരോട് പറഞ്ഞത് ഇതാണ്, എനിക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അനേകം പേരെ കാണുന്നതിന് അവസരം കിട്ടിയിട്ടുണ്ട്. I had the opportunity of visiting and meeting rishis and sannyasis. എനിക്ക് ഋഷിവര്യന്മാരെയും സന്യാസിമാരെയും കണ്ടുമുട്ടുന്നതിനുള്ള അവസരം ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. But I have never met such a person with such spirituality, or I have never met a person with more spirituality than ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവനേക്കാൾ ആത്മീയ ഔന്നത്യമുള്ള മറ്റൊരു വ്യക്തിയെയും ലോകത്തൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് രബീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായ ഔന്നത്യം വ്യക്തിയുടെ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിലും സമൂഹത്തിൻ്റെ ശുദ്ധീകരണത്തിലും എങ്ങനെയായിരിക്കണമെന്നുള്ളതാണ് ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത്, നമ്മെ കാണിച്ചു തന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഗുരുദേവൻ്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യം ഗുരുദേവനോട് ചൂണ്ടിക്കാണിച്ചു. ഗുരു, അങ്ങയുടെ ശിഷ്യൻ്റെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്തായിരുന്നു ഗുരുദേവൻ്റെ മറുപടി എന്നറിയുമോ? ഗുരുദേവൻ പറഞ്ഞത്, അയ്യപ്പൻ അങ്ങനെ പറയട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ദൈവമുണ്ട് എന്നുള്ളതായിരുന്നു. നാം കാണേണ്ടത് ഉൾക്കൊള്ളലിൻ്റെ, അതുപോലെ സംവാദാത്മകതയുടെ ഒരു തലം, ആശയസംവാദങ്ങളുടെ ഒരു തലം, സ്വീകരിക്കപ്പെടലുകളുടെ ഒരു തലം, അംഗീകരിക്കുന്നതിൻ്റെ തലം, ഉൾക്കൊള്ളുന്നതിൻ്റെ തലം ഗുരുദേവൻ എങ്ങനെയാണ് നമ്മെ കാണിച്ചു തന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം വളരെ പ്രധാനമാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഗുരുദേവ ദർശനങ്ങളെ അറിയുന്നതിനും അത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും അംശത്തിൽ സ്വാംശീകരിക്കുന്നതിനും അവസരം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും തന്നെ. തീർച്ചയായിട്ടും അത് നമ്മിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഗുരുദേവ ദർശനങ്ങൾ ലോകത്തിന് പകരണം എന്നുള്ളതാണ്. അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഗുരുദേവൻ ദർശനങ്ങൾ ലോകത്തിന് പകർന്ന് ഗുരു കാണിച്ചു തന്ന വഴിയിലൂടെ നന്മയിലേക്ക് ലോകത്തെ നയിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഉത്തരവാദിത്വം. ഈ സമ്മേളനം അതിന് കാരണമാകും എന്ന് ഞാൻ കരുതുകയാണ്. ഈ അറിവിൻ്റെ മഹാതീർത്ഥാടനത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ആദരവും സ്നേഹവും അറിയിച്ചുകൊണ്ട് once again with wholeheartedly I would like to, with all due respect, I would
like to appreciate and congratulate and assure all the support to Shivagiri Mutt, especially for organizing this session. ഈ സമ്മേളനത്തിന് ഒരിക്കൽ കൂടി ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് അഭിനന്ദരായിട്ടുള്ള സ്വാമിജിമാരുടെ അനുവാദത്തോടെ, വിശിഷ്ടാതിഥികളുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഒരു ആദരിക്കൽ ചടങ്ങാണ്. കഴിഞ്ഞ 40 വർഷമായി മുടങ്ങാതെ ശിവഗിരി തീർത്ഥാടനത്തിന് എത്തിച്ചേരുന്ന, കഴിഞ്ഞ 40 വർഷമായി ഗുരുദേവ ചിത്രം വെച്ച് പൂജ നടത്തുന്ന തൂത്തുക്കുടി സ്വദേശിയായ തങ്കരാജ്, ശ്രീ തങ്കരാജിനെ ഈ സമ്മേളനത്തിൽ വെച്ച് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ആദരിക്കുകയാണ്. Inviting Sri B.K. Hariprasad MLA from Karnataka for his keynote address. Good evening, everybody. On this auspicious occasion of celebrating 91st Shivagiri Pilgrimage Mahamaham, the presiding officer, the presiding of this occasion, Brahmashri Sachidananda Swamijigal, and the General Secretary Shraddhananda Swamijigal, my colleague, my friend, Member of Parliament, Sri Kudikonil Sureshji, Honorable Health Minister of Kerala, Sister Mrs. Veena George, Vasuvan Somanji, Prashant Travancore Devaswam Board, Mrs. Geeta Nazirji, Dr. A. Anand Kumarji, Raja V. Salyanji from Karnataka, Advocate Ilangovanji, D. Ramchandra Kumarji, K.R. Shashidharanji, former President SNGMS Goa, K.C. Baijuji, Karnataka Guru Dharma Prachara Sabha, Srimad Veera Shivananda Swamigal, Secretary Shanti Matt, and the distinguished guest on the dais, and ladies and gentlemen, and my friend from the media. It's a great honor to come over here to Shivgiri, the sacred place, holy place of Sri Narayan Guruji, the great saint who traveled beyond Kerala, Tamil Nadu and Karnataka. I being representing Karnataka, I would like to say a few words on Brahmashri Narayan Guruji. As rightly pointed out by Brahmashri Sachidanand Swamiji, Brahmashri Narayan Guruji visited Karnataka a number of times and tried to preach his philosophy across the state of Karnataka. He could able to travel up to Udupi, but beyond Udupi and Mangalore, he could not visit other places of Karnataka. The main idea of Guru Narayan in those days, way back in 1920
1904 or 1908, when he first visited Mangalore, what was the status of the society on the whole? This nation has got 7 major religions: Hindu, Islam, Christian, Buddha, Jain, Sikh, Zoroastrian. These are all the major religion which is there in this beautiful country. And we have about 3,500 languages. Dialects are 19,000 languages. We have a vast diversity of Aryan, Dravidian and Mongolian. In this vast diversity, there was nothing like constitution or the rule or the guidelines. There were about 582 Rajas and Maharajas, including Travancore Maharaja. Whatever the Raja Maharaja says, that was the rule. When the great leaders who fought for the freedom, they realized that the majority of the population in this country were exploited by so-called the upper caste or the powerful communities in the society. See, Narayan Guruji, that's how the first mantra what he preached is one God, one religion and one caste. After looking at the vast diversity in this country, especially in Kerala, he invented that quotation mantra of one religion, one God and one caste. From his viewpoint of view, there is no discrimination, there is no disparity, there is no inequality. All are equal, all are one. That was the theme of Guru Narayan, which attracted thousands, lakhs of people in this country to adore him and worship him. The first mantra after this he gave: educate, organize and agitate. Even the Dr. Baba Sahib Bhimrao Ambedkar also said the same thing. First we have to educate our masses. What was the percentage of education way back in 1835 when the first education there was no education policy till 1835. Way back in 1835, Lord Macaulay, when he brought in the education policy, the percentage of literacy was only 3%. In 1947, when we got the freedom movement, when we got the freedom, it came up to 11% from 1835 to almost 117 years. It took only increase of 8% of education. Consistently, most of the social reformers, political leaders, freedom fighters insisted that education should be given preference. If at all, Kerala is 100% literacy, I think credit should also go to Guru Narayan Ji, because he was the man who insisted without literacy, no society can progress. That's how I think whatever little thing I have learned from the Swamijis here, they said they run about 117 education institutions. Now, the education from 1835, 3%, 1947 it was 11%, now 76% on an average in the national level, it is 76% literacy is there. It is a Herculean task, as rightly pointed out by the Honorable Minister, when she said Rabindranath Tagore visited this place, most of the social reformers,
Rabindranath Tagore, earlier to that Vivekananda also visited this place. During that Vaikom movement, even Mahatma Gandhi visited Guru Narayan. The Mahatma Gandhi's thinking, simple living and high thinking, probably might have got it from Guru Narayan, who even today preaches simplicity and high thinking. Because you can see anywhere in the mutts of Guru Narayan, there are no vulgar display of rituals, vulgar display of pujas. Very simple pujas are performed in the most of the Guru Narayan mutts. That is the need of the hour. In the name of religion, in the name of the caste, they have engineered poverty. In the name of the caste, they have exploited the masses. In the name of the caste, they have deprived opportunities for the people of this country. That's how Guru Narayan plays a vital role in the life of every Indian. If you take the social reformers in the southern part of the country, in Kerala we have Guru Narayan. And while he founded Shivlinga or a Shivmat in Shivgiri, there were people who opposed to he performing puja. He never hated anybody. He said it is not the Shiva of yours, it is a Shudra Shiva, Idava Shiva. He said it is my Shiva, you don't have to interfere in my Shiva. He had no grouse, he has no anger. Peacefully, with love and affection, he established his own mutt, his own Shivlinga, which can be, puja can be performed by anybody for that matter. It is a unique thing in the history of Indian history. He did not demolish any temple to establish his own temple. He did not harass people to establish his own temple. He did not preach hatred to found his own temple. He was the man who loved everybody and everybody loved him because of his simplicity and the broad-mindedness. He wanted to liberate women also. He wanted to treat, he was the man who gave an equal status for women also in this country. Most of the principles of the freedom struggle was also from Guru Narayan ji. I think next year you will be celebrating that Vaikom movement where Guru Narayan ji had a mass program for the temple entry. When people of the other communities refuse entry in the temple for others on the weaker section, he took up the cause and got them the temple entry. That was Guru Narayan. Today, if at all, if Shudras, because Hindu religion has got 4 Varnas, in Chatur Varna system, Shudras are almost, they had no entry to the temples. It was Guru Narayan who made Shudras to enter temple peacefully and have their own temples. This was Guru Narayan. His major stress on education. As I said, the biggest example you have is a 100% literacy in Kerala. The credit should go to Guru Narayan ji also. Next come cleanliness. Probably the Kerala is one of the most cleanest state in the country because I have looked after most of the states in the northern India, and Kerala is one of the cleanest city because it was propagated very much by the
Shivgiri Mutt and the, and the Guru. And he never hated anybody. He preached the devotion of the God, but he never hated any other religion. That's how, as pointed out by other friends, you can see Guru Narayan temples in even the Middle East. Happily, peacefully, they are having their own pujas and they are performing their daily rituals there. And he insisted on the employment also. And he did not say that only through the pujas that we should survive. He had his philosophy is to work hard, and especially he was giving more importance to the agriculture. That's how in Karnataka, when Guru Narayan Ji came to Mangalore, Mangalapuram, way back in 1908, and Billavas, they were kept out of the mainstream. After he came into Mangalore and up to Udupi, slowly they started establishing Guru Mandirs. There are about 300 Guru Mandirs in Mangalapuram alone. Through Guru Mandir, they imparted education to these poor children. Through the education, they started organizing themselves. And you can see many doctors and engineers from this community in this part of the state. And like Kerala, as far as Mangalore, Udupi are concerned, the literacy rate is very high. That is the influence of Guru Narayan we can see in Karnataka. Because Guru Narayan was not alone. When he started the temple entry program, Periyar Ramaswamy Naigar from Tamil Nadu gave a full support to Guru Narayan for this temple entry. As rightly pointed out by other speakers, Gurudev Rabindranath Tagore, Mahatma Gandhi also visited the Vaikom. That's how the poor class were liberated from the clutches of the powerful communities in the society to enter the temple. So his preaching is not just for Kerala, his preaching is all over the world, I can say. All over the world in the sense, especially I have seen it in US, I have seen in Middle East, in many parts of the country, right from Haryana, Punjab, because there are, in different states, we have been called in the different names. In Tamil Nadu, it is Nadars. In Kerala, in Kerala, they are called as Ilvas. In Karnataka, they are Billavas and Idigas. In Goa, they are Bandaris. Maharashtra, they are Bandaris. Andhra Pradesh, they are Gauds. In Madhya Pradesh, they are Jaiswal. In Rajasthan, they are Kalars. And in Bihar, they are Paswans. Likewise, in almost all the states, people who are involved in the toddy tapping, the huge community is there. They all believe in Guru Narayan. Unfortunately, we have not spread the message of Guru Narayan of one religion, one caste and one God in these states. They have got their own way of practicing the religion. But I urge upon the Swamiji of Shivgiri Mutt to try to establish Guru Mutt in almost all the state capitals so that people should have awareness about this one religion, one God and one caste. So that in the time, in this world where we have been witnessing hatred and people tell lies and exploitations are taking place, to create a kind of awareness, it is the responsibility of the Shivgiri Mutt Swamijis to establish one branches in almost all the states so that people will come to know what exactly the preaching of Guru Narayan. If there is anything that I can do it in Karnataka or in some of the states in the northern states also, because I was looking after those states, I can help you in establishing these mutts so that the deprived class, the exploited class, the poor class, discriminated class should have awareness and they should live like a human beings. To preach this ideology of Guru Narayan, the need of the hour is that the Swamijis should take a vast journey from
this almost Kanyakumari to see Kashmir, because I know you are confined to Kerala, you are confined to people where you are invited. But because after seeing the entire nation, my urge to end this exploitation of the poor class, to end the discrimination, to end the discrimination in the name of the religion, the Swamiji should come out and preach that all human beings are one. This is every social reformers have preached this, because in Karnataka we have Basavanna, we have Kanakadasa, in Andhra Pradesh we have Vemana, in Maharashtra we have Jyotiba Phule, Ambedkar, Sahu Maharaj, all these people. That's how I can openly say, when compared to northern part of India, we are 100 years ahead. Entire southern part of the country, Kerala, Tamil Nadu, Karnataka, Andhra, Telangana, Maharashtra, we are 100 years of this Hindi-speaking areas, because there were no social reformers there in this UP or Madhya Pradesh or Bihar. They believe in violence. We don't believe in violence. And they believe in discrimination. We don't believe in discrimination. And though I am from a Congress party, I have no hesitation in saying Mayawati ji. The Mayawati ji is the Chief Minister of Uttar Pradesh. You can see her in all her posters. You can see the photograph of Guru Narayan. Where is Kerala and where is Uttar Pradesh? Probably you don't have any mutt in Uttar Pradesh. You should have one mutt in Uttar Pradesh, because it is Uttar Pradesh is a different state. Establishing Guru Narayan, Periyar, Sahu Maharaj, Jyotiba Phule, and Savitribai Phule, Fatima B. It's one of the greatest revolutions, social revolution she has created in UP, but she couldn't withstand. Unless people learn the philosophy of the great saints like Guru Narayan, Jyotiba Phule, Periyar Ramaswamy Naikar, Basavanna, and Vemana of Andhra, Sahu Maharaj and Ambedkar, we can't reform this society. A lot of things has to be done, because this country is a very religious country. We can reform only through the religious way. I think Swamiji should take the first step in reforming this society in the steps of Sri Brahma Sri Guru Narayan. With these two words, I am very grateful to the Shivgiri Mutt and Swamiji Sachidananda Swamiji for giving me this opportunity to give a keynote address to this audience. And I also thank you all of you who have come all along from the state and the other states to listen to all of us. Once again, I thank one and all. Thank you. Jai Hind. Namaskar. ആശംസാ പ്രസംഗത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്തിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ, ഇതിൻ്റെ ട്രഷറർ സ്വാമി ശാരദാനന്ദ, സെക്രട്ടറി തീർത്ഥാടന കമ്മിറ്റി സ്വാമി ഋതഫരാനന്ദ, ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീമതി സത്യാനന്ദ തീർത്ഥ സ്വാമികൾ, അധ്യക്ഷം വഹിച്ച ശ്രീമതി കൊടിക്കുന്നിൽ സുരേഷ് MP, ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചു പോയ നമ്മുടെ ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ BK ഹരിപ്രസാദ് MLA കർണാടക, ഇവിടെ പ്രഭാഷണം നടത്തേണ്ട ശ്രീമതി ഗീതാ നസീർ, ഡോക്ടർ A ആനന്ദകുമാർ, ശ്രീ രാജ V സാല്യൻ, അഡ്വക്കേറ്റ് N ഇളങ്കോ, ശ്രീ D രാമചന്ദ്രകുമാർ, ശ്രീ KR ശശിധരൻ, ശ്രീ KC ബിജു, കൃതജ്ഞത പറയേണ്ട ശ്രീമതി വീരേശ്വാനന്ദ സ്വാമികൾ, ഈ 91ാമത് തീർത്ഥാടന മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 91ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുചര്യ തമിഴ്നാട്, കർണാടക ദേശങ്ങളിൽ
എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അധികരിച്ചാണ് ഇവിടെ ഈ പ്രഭാഷണവും സമ്മേളനവും നടക്കുന്നത്. കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയുള്ള ഗുരുവിനെ സ്നേഹിക്കുന്ന, ഗുരുവിനെ ആരാധിക്കുന്ന ഒട്ടേറെ ബഹുമാന്യർ ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമെന്നുള്ളതുകൊണ്ട് ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്, തമിഴ്നാട്ടിലും കർണാടകത്തിലും മാത്രമല്ല, ഇന്ന് ലോകത്താകമാനം പരിഹാരമായി നിൽക്കുന്ന ഒന്ന് ഗുരുവിൻ്റെ ദർശനങ്ങളാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ലോകത്താകെ വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യവംശത്തിന് ഭീഷണിയായി തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ഗുരു ചെയ്ത വചനങ്ങൾ ലോകത്തിന് പരിഹാര്യമായി നിൽക്കുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. നമുക്കറിയാം, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ പൂർണ്ണ ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തിയിറക്കി പുറത്തിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. പച്ച മനുഷ്യരെ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് അതിൻ്റെ ചുറ്റും താണ്ഡവമാടുന്ന നരാധമന്മാർ ആ കാഴ്ച കാണുമ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വളരെ പ്രസക്തമായി മാറുകയാണ്. ഇന്ന് ലോകത്ത് ബോംബ് വർഷിക്കുന്ന ഇസ്രായേലും ഗാസയിലുമൊക്കെ ബോംബ് വർഷണത്തിൻ്റെ ഭാഗമായി വികൃതമാക്കപ്പെടുന്ന കുട്ടികളുടെ മുഖങ്ങൾ, കയ്യും കാലും മറ്റുപോകുന്ന കുട്ടികളുടെ മുഖങ്ങൾ കാണുമ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വളരെ പ്രസക്തമാവുകയാണ്. ഗാസയിലും പാലസ്തീനിലും ഇസ്രായേലിലുമൊക്കെ തെരുവുകളിൽ കബന്ധങ്ങൾ കൂടുതലായി കാണപ്പെടുമ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വളരെ പ്രസക്തമായി മാറുകയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ്. സോദരദ്വേന എന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ സാഹോദര്യം എവിടെ നിന്നാണ് വന്നത്? സാഹോദര്യം വന്നത് ഗുരുദേവൻ്റെ ദർശനങ്ങളിൽ നിന്നാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, ചാതുർവർണ്ണയത്തിനെതിരെ, സവർണ്ണ മേധാവിത്വത്തിനെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ, തീണ്ടിക്കൂടായ്മയ്ക്കെതിരെ ഒരു മനുഷ്യ സമൂഹത്തിൽ ലക്ഷോപലക്ഷം മനുഷ്യരെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച, അപരസ്നേഹം എന്തെന്ന് പഠിപ്പിച്ച മഹാമാനുഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്കറിയാം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി കൂടി വരേണം എന്നുള്ളതാണ്. അപരൻ്റെ സുഖം, അപരസുഖം ചേർത്ത് പിടിക്കുക. ദി കൺസേൺ ഫോർ ദി അതേഴ്സ്. ചേർത്ത് പിടിക്കുക, അവനെ കാണുക, കരുതുക, മറ്റുള്ളവനെ കാണുക, കരുതുക. അതായിരുന്നു ഗുരുദേവൻ്റെ ദർശനം എന്ന് പറയുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് സംഘടിക്കുക. വിജ്ഞാനമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുവാൻ ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ വിദ്യാലയങ്ങളും വേണമെന്ന് പഠിപ്പിക്കുക മാത്രമല്ല, ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ ആരാധനാലയങ്ങളും പണിപിടിച്ചുകൊണ്ട് ഒരു വൈജ്ഞാനികമായൊരു തലമുറയെ സൃഷ്ടിക്കുവാൻ, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ നേതൃത്വം കൊടുത്ത ഗുരുദേവൻ്റെ ദാർശനികത മഹാത്മാഗാന്ധിയെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. 1925 ഈ പുണ്യഭൂമിയിലേക്ക് മഹാത്മാഗാന്ധി കടന്നു വന്നപ്പോൾ അത് ഈ ഗാന്ധിജിയുടെ ചാതുർവർണ്ണയത്തെക്കുറിച്ചുള്ള സങ്കല്പം പോലും ഗുരുദേവൻ്റെ ദർശനത്താൽ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ ചാതുർവർണ്ണയുമായി ബന്ധപ്പെട്ട സങ്കല്പത്തെ പോലും ഗുരുദേവൻ്റെ ദർശനം കൊണ്ട് മാറ്റിമറിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് ഈ പുണ്യാത്മാവായ നാരായണ ഗുരുസ്വാമിയെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി മാറിയെന്നാണ് മഹാത്മാഗാന്ധിയുടെ വചനങ്ങൾ അന്ന് പറഞ്ഞത്. ഞാൻ കൂടുതൽ ദീർഘമായി കടന്നു പോകുന്നില്ല. ഒരു കാര്യം മാത്രം പറയുന്നു. ഇന്ന് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ തന്നെ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നത്, അതൊക്കെ ഇന്ന് സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ തന്നെ. പക്ഷേ 1888 അരുവിപ്പുറത്ത് ശ്രീ ഗുരുദേവൻ നടത്തിയ ഒരു പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതൊരു ചരിത്രമായിരുന്നു. അത് ആധുനിക കേരളത്തിൻ്റെ അടിത്തറയായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നവോത്ഥാനമായിരുന്നു. അതായിരുന്നു കേരളത്തിലെ നവോത്ഥാനം. ആ നവോത്ഥാനമുള്ളത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ കേരളം സാമൂഹികപരമായി, സാംസ്കാരികപരമായി, വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി സമസ്ത മേഖലയിലും ഒന്നാമത്തെ സംസ്ഥാനമായി മാറിയെങ്കിൽ അത് ഗുരുദേവൻ ചാർത്തിവെച്ച ആ നവോത്ഥാനം എന്ന ആ ബിംബത്തിൽ നിന്നാണ് എന്ന് നമ്മൾ അറിയണം.
ഗുരുദേവൻ്റെ ദർശനങ്ങൾ, ഗുരുദേവൻ്റെ വചനങ്ങൾ ലോകത്തിന് എന്നും കാലം കഴിയും തോറും പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ കേൾക്കുവാനും അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ വീണ്ടും ആവർത്തിക്കുവാനും ഈ 91ാമത് തീർത്ഥാടക സമ്മേളനത്തിലേക്ക് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ടും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും എന്നെ കൂടി ഈ മഹാസമ്മേളനത്തിലേക്ക്, ഈ ദാർശനിക വേദിയിലേക്ക് ക്ഷണിച്ച സ്വാമിമാർക്കുള്ള നന്ദി, അഗൈതവുമായി നന്ദി ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫെലിസിറ്റേഷൻ അഡ്രസ് ബൈ ഡോക്ടർ എ ആനന്ദകുമാർ, സീനിയർ പ്രൊഫസർ ഓഫ് തമിഴ്, ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റി. മഹത്തായ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച MP കൊടിക്കുന്നിൽ സുരേഷ് അവர்களே, സ്വാഗതം നൽകിയ ശ്രീമദ് സത്യാനന്ദ തീർത്ഥ സ്വാമികൾ അവர்களே, ഈ ശിവഗിരി SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ അവர்களே, എനിക്ക് മുന്നാൽ സംസാരിച്ചിട്ട് പോയ ഹെൽത്ത് മിനിസ്റ്റർ വീണോ ജോർജ് അവர்களே, കർണാടകത്തിൻ്റെ MLA ബഹുമാനപ്പെട്ട ഹരിപ്രസാദ് സാർ അവர்களே, എനിക്ക് പിന്നാൽ സംസാരിക്കാനുള്ള മധുരയിൽ നിന്ന് വന്നിട്ടുള്ള അഡ്വക്കേറ്റ് ഇളങ്കോ അവர்களே, വൈസ് പ്രസിഡന്റ് കർണാടക ബിൽവ അസോസിയേഷൻ திரு ஷல்யன் அவர்களே, திரு ராமச்சந்திரகுமார் அவர்களே, സദസ്സിൽ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, തമിഴകത്തിൽ ഗുരുവിൻ്റെ SNDP യോഗത്തിനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് തമിഴിൽ സംസാരിക്കാൻ ഇവിടെ അഡ്വക്കേറ്റ് ഇളങ്കോവും രാമചന്ദ്രകുമാറുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഗുരുവിനും തമിഴ് സാഹിത്യത്തിനും തമിഴ് തത്വദർശനത്തിനുമുള്ള സംബന്ധം കുറിച്ച് ഒരു ചില വാക്കുകൾ ഇവിടെ പറയാനുള്ളൂ. അതിനു മുമ്പ് രണ്ട് വിഷയങ്ങൾ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കണം. നാരായണ ഗുരുവും ഗുരുദേവനും തമിഴകം തമ്മിലുള്ള ഉറവുകൾ, സംബന്ധങ്ങൾ കുറിച്ച് 1983 ഇവിടെ നടന്ന തീർത്ഥാടനത്തിൽ ഒരു സെപ്പറേറ്റ് സെഷൻ ഉണ്ടായിരുന്നു. അതിൽ മുൻ കേരള യൂണിവേഴ്സിറ്റി പ്രൊഫസർ നാച്ചിമുത്ത് സാർ അതിൽ അധ്യക്ഷമേറ്റു. പല പ്രൊഫസർമാർ ഇവിടെ ലേഖനങ്ങൾ വായിച്ചു. പിന്നെ അത് ആ കൊള്ളത്തിൽ തന്നെ, അടുത്ത കൊള്ളത്തിൽ തന്നെ തിരുനാരായണ ഗുരുവും തമിഴകം എന്ന പേരിൽ ഒരു പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ പുസ്തകത്തിൽ എൻ്റെ ആസാൻ ബോത്തിരട്ടി സാർ മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയും തിരുനാരായണ ഗുരുവും എന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. മറ്റത് നാരായണ ഗുരുവിൻ്റെ കൃതികളെ എനിക്ക് ആദ്യം നൽകിയ കോട്ടാർ R. ചിത്രരഞ്ജൻ ദാസിൻ്റെ പുത്രൻ തിരു അജയ് ഘോഷിനെ ഞാൻ ഇപ്പോൾ നന്ദിയോട് ഓർമ്മിക്കുന്നു. നാരായണ ഗുരു 19ാം നൂറ്റാണ്ടിൽ ജനിച്ചു. 20ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. എന്നാലും കൂടെ 21ാം നൂറ്റാണ്ടിൽ നാം അവരെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ കിട്ടിയ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതിൻ്റെ അതിന് ഉണ്ടായ പുതിയ അറിവുകൾ, കാഴ്ചകൾ നമ്മുടെ ഇന്ത്യ സമൂഹത്തിൽ ഫീഡൽ സിസ്റ്റത്തിനെ തകർത്തു. അതേ സമയത്ത് ഇവിടെയുള്ള ജാതികൾ, ഓരോ ജാതിയും അതിൻ്റെ
സ്വന്ത അടയാളത്തിനെ അതിൻ്റെ സ്വന്ത ചരിത്രത്തിനെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത്. അങ്ങനെ ചെറു ചെറു ആഖ്യാനങ്ങളെ ലിറ്റിൽ നെറേറ്റീവ്സിനെ ഉണ്ടാക്കിയ കാലത്തിൽ ശ്രീ നാരായണ ഗുരു ഒരു മഹത്താന ആഖ്യാനത്തെ ഉണ്ടാക്കി. അതാണ് ഒരു ജാതി ഒരു മതം മനുഷ്യനും. മതങ്ങൾക്ക് അതീതമായി മനുഷ്യൻ എന്ന മഹാമന്ത്രവാക്കിനെ പറഞ്ഞ ഗുരുവാണ്. ഗുരു അവരുടെ ദർശനം, അവരുടെ വാക്കുകൾ അവയെല്ലാം ഒരു ഗ്രാൻഡ് നെറേറ്റീവാണ്, ഒരു മഹത്തായ ആഖ്യാനം. അപ്പം അതുകൊണ്ടാണ് അത് ഒരു ദേശത്തിന് ഒരു കാലത്തിന് അല്ലാതെ എല്ലാ കാലത്തിലും എല്ലാ ദേശങ്ങളിലും ചിന്തിക്കக்கூடிய തത്വദർശനമായിട്ടിരിക്കുന്നു. അപ്പം ഗുരു പറഞ്ഞിട്ടുള്ള ജാതിക്കെതിരായ വിഷയങ്ങൾ, എല്ലാ മതവും ഒന്ന് എന്ന് പറയുന്ന സർവസമരസ സന്മാർക്ക വഴി, ഇതെല്ലാം തമിഴിൻ്റെ സ്വാധീനത്തിലാണ് അവർക്ക് കിട്ടിയത്. തമിഴ് എന്ന് പറയുമ്പോൾ തമിഴ് ചിത്തർ, വള്ളലാർ, രാമലിംഗ സ്വാമികൾ, രാമലിംഗ സ്വാമികൾക്ക് മുമ്പുള്ള കണ്ണുടയ വള്ളലാർ, അവർക്ക് മുമ്പുള്ള സിത്തന്മാർ. അപ്പം സിത്തറുകളാണ്. ആ സിത്തർ എന്ന് പറയുന്ന ആ പാരമ്പര്യത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് ശ്രീ നാരായണ ഗുരു. വള്ളലാർ പറയുന്നത് പോലെ വാഴയടി വാഴയണ വந்த திருக்கூட்ட மரபில் நானும் ஒரு சித்தன் அன்றோ, நானும் ஒருவன் அன்றோ. வாழையென வாழையடி வந்த திருக்கூட்ட மரபில் நானும் ஒருவன் அன்றோ. மகாகவி சுப்பிரமணிய பாரதி இங்கன പറയുന്നു, எனக்கு முன்னே சித்தர் நாட்டில் பலர் இருந்தாரப்பா, நானும் ஒரு சித்தன் என வந்தேன் இந்த நாட்டில் என்று പറയുന്നു. ഈ സിത്ത പാരമ്പര്യം എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയിൽ സവർണമാർ ഉണ്ടാക്കിയ വൈദികത്തിന് എതിരായുള്ള ഒരു മാറ്റു ചിന്തയാണ്. അതൊരു കൗണ്ടർ ട്രഡീഷൻ. വൈദികം സവർണമാർ മുൻവച്ച ഈ ചതുർവർണ്ണത്തിനെ നിർമൂലമാക്കിയ ഒരു സിദ്ധാന്തമാണ് തമിഴ് ചിത്രരുടെ തത്വദർശനം. சிவவாக்கியார் പറയുന്നു, உங்கள் தேவர் எங்கள் தேவர் என்றிரண்டு தேவரோ, அங்குமிங்கும் ஆகி நின்ற ஆதிமூர்த்தி ஒன்றல்லவா, அங்குமிங்கும் ஆகி நின்ற ஆதிமூர்த்தி ஒன்றெனில் வங்கவாரம் பேசுவோர் வாய்புழுத்து மாழ்வரே. நான் இதில் அர்த்தம் மலையாளத்தில் பரையேண்டியதில்லை, எல்லாருக்கும் மனசிலாகும். உங்கள் தேவர் எங்கள் தேவர், உங்கள் கடவுள் தெய்வம், உங்கள் தெய்வம் எங்கள் தெய்வம் என்றிரண்டு தேவரோ, அங்கும் இங்கும் ஆகி நின்ற ஆதிமூர்த்தி ஒன்றல்லவா, அங்கும் இங்கும் ஆகி நின்ற ஆதிமூர்த்தி ஒன்றெனில் வங்கவாரம் பேசுவோர் வாய்புழுத்து மாழ்வரே. இது ஒரே தெய்வம் என்ன ആ തത്വദർശനത്തിന് ആധാരമായി ഉള്ളത്. മറ്റുമല്ലാതെ തിരുമന്ദിരത്തിലെ തിരുമൂലറും പറഞ്ഞിട്ടുണ്ട്, ഒன்றே குலமும் ഒരുവനേ ദേവനും നன்றേ നിனைമീൻ. ആ മഹാവാക്യത്തെ എടുത്തുകൊണ്ടാണ്, അതിനെ ഉച്ചരിത്താണ് നാരായണ ഗുരു ഈ മഹത്തായ വാക്യത്തെ, ഒരു ജാതി ഒരു മതം ഒരു മനുഷ്യൻ എന്ന മഹത്തായ ആഖ്യാനത്തെ ഉണ്ടാക്കി. അപ്പോൾ നാരായണ ഗുരു കനുടയ വള്ളലാറെ പോലെ, பாரதியை போலே, பாரதிக்கு மும்பிருந்த பல சித்தன்மாரை போலே ആ சித்தர் மரபில் ഉണ്ടായ ഒരു ആളാണ്. പിന്നെ അത് ജാതി, സിത്തന്മാർ പറഞ്ഞത് സർവസമരസം, ഒരേ ദൈവം, ജാതി ഇല്ല എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ഞാൻ ശിവവാക്യർ പറഞ്ഞ ആ പദ്യത്തെ ഓർമ്മിക്കുന്നു. പറിച്ചിയാവതേതടാ പണത്തിയാവതേതടാ. പണത്തി എന്ന് പറഞ്ഞാൽ പാർപ്പണത്തി, பிராமின். பறச்சியாவதேதடா பணத்தியாவதேதடா, இறைச்சிதோல் எலும்பில் இலக்கமிட்டு இருக்குதோ, பறிச்சி பேகம் ஓரதோ பணத்தி பேகம் ஏறதோ, பகுத்துப்பார் உம்முலே என்று வழங்கிட்டு சுபவாக்கியா. ஜாதி பிரிவினில் தீ மூட்டுவோம், சந்தை வெளியில் கோல் நாட்டுவோம்,
ഇത് പാമ്പാട്ടി ചിത്തർ പറഞ്ഞ പാടലാണ്. ഇങ്ങനെ നാരായണ ഗുരുന് അവർ ഈ മണ്ണിൻ്റെ അറിവ് സിദ്ധ പാരമ്പര്യത്തെ ഉൾവാങ്ങിക്കൊണ്ടാണ് ഈ മഹത്തായ ആഖ്യാനത്തെ മുന്നെടുത്ത്. മാത്രമല്ലാതെ നാരായണഗുരുവിന് മുമ്പിൻ്റെ സിദ്ധരെല്ലാം വള്ളലാർ ഉൾപ്പെടെ അവരതിനെ ഒരു സമൂഹ പ്രവർത്തനമായി മാറ്റാൻ കഴിഞ്ഞില്ല. അപ്പോൾ നാരായണ ഗുരു ചെയ്ത വിപ്ലവം ആദ്യം ഈ ജാതിയെ നിർമൂലനം ചെയ്യുന്ന ഒരു ദൈവത്തെ ഉறுதிപ്പെടുത്തുന്ന ആ സിദ്ധാന്തത്തെ അവർ നടമുറയിലാക്കി. സിദ്ധന്മാർ പദ്യങ്ങളിൽ പാടിപ്പോയി, പക്ഷേ അവരതൊരു പ്രസ്ഥാനമാക്കിയില്ല, അതൊരു സോഷ്യൽ മൂവ്മെൻ്റ് ആക്കിയില്ല. നാരായണ ഗുരുവാണ് ആദ്യമായി ഈ സിദ്ധരുടെ തത്വദർശനത്തെ ഒരു സോഷ്യൽ മൂവ്മെൻ്റായി ആ തത്വത്തിനെ அதை നടപ്പിലാക്കിയത്. മാത്രമല്ലാതെ ക്ഷേത്രപ്രവേശനം ഉള്ളിട്ട പല விஷயங்களுக்கு മുൻഗാമിയായിരുന്നു. തമിഴ്നാട്ടിൽ ക്ഷേത്രപ്രവേശനം 1899 ശിവകാശിയിൽ നാടകന്മാർ അവിടെ ഉള്ള ശിവൻ ക്ഷേത്രത്തിൽ പോയി കയറി വളരെ ബഹളമുണ്ടാക്കി. ശിവകാശി ലഹള എന്ന് പറയും, ചാണാർ ലഹള, തോൾച്ചിയില പോരാട്ടം എന്ന് പറയുന്നത് പോലെ ശിവകാശി ലഹളം, ശിവകാശി കലവരം 1899. പക്ഷേ അതിനു മുമ്പ് 11 കൊല്ലത്തിന് മുമ്പ് അരുവിപ്പുറത്തിൽ നമ്മുടെ ഗുരുദേവൻ ഒരു ക്ഷേത്രത്തെ ഉണ്ടാക്കി ശിവലിംഗത്തിനെ പ്രതിഷ്ഠ ചെയ്തു. ഈ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് ഒരു ആത്മ ആവശ്യത്തിനുള്ള ഒരു പുതിയ പാതയെ ഉണ്ടാക്കി. അങ്ങനെ നമുക്ക് ഈ നാരായണ ഗുരു പറഞ്ഞ വിഷയങ്ങളിൽ ചിലത് രാമലിംഗ സ്വാമികളിൽ സിദ്ധമാരിടമിരുന്നു. സിദ്ധമാർ പറഞ്ഞത് കുണ്ടലിനി പാട്ട്, പാമ്പാട്ടി ചിത്തർ പാടിയ കുണ്ടലിനി പാട്ടിനെ പോലെ നമ്മുടെ ഗുരുദേവൻ ആടു പാമ്പേ പുണം തേടു പാമ്പേ അരുൾ ആനന്ദക്കൂത്ത് കണ്ടാടു പാമ്പേ തിങ്കളും കൊன்றையும் சூடும் ஈசன் பத பங்கஜம் சேர்ந்து நின்றாடு பாம்பே தேகம் நிஜமல்ல தேகி ஒருவன் ഈ ദേഹത്തിൽ ഉണ്ട് അറിഞ്ഞീട് പാമേ ദേഹവും ദേഹിയും ഒന്നായി വിളിങ്ങിടും ഏകനും ഉണ്ട് അറിഞ്ഞീട് പാമേ. ഇങ്ങനെ അവർ സിദ്ധന്മാരെ പോലെ യോഗത്തിന് കുണ്ടലിനി യോഗത്തിനെ കുറിച്ച്, പാമ്പെന്ന് പറയപ്പെടുന്നത് കുണ്ടലിനി ശക്തിയുടെ ആധാരമാണ്. അപ്പോൾ അത് ആ ധ്വനിയാർത്ഥമുള്ള പദങ്ങളെ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗുരു നിറയെ കൃതികൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വള്ളാറുടെ രാമലിംഗ സ്വാമികളുടെ സമരസ സന്മാർക്ക വിഷയങ്ങളെക്കുറിച്ച് ഗുരു അറിഞ്ഞിട്ടുണ്ട്. വള്ളലാർ രാമലിംഗ സ്വാമികൾ ജീവകാരുണ്യം എന്ന് പറഞ്ഞു. ജീവകാരുണ്യം എന്ന് പറഞ്ഞാൽ ജീവങ്ങളിടത്ത് ദയ ഉണ്ടാക്കണം. അപ്പം അങ്ങനെ ദയ ഉണ്ടാക്കുന്ന ജീവകാരുണ്യം എന്ന് പറയപ്പെടുന്ന ആ വിഷയം വള്ളലാറുടേത് അരുட்பெருஞ்சோதி തണിപ്പെരുങ്കരുണை. അപ്പം ജീവകാരുണ്യം എന്ന് പറയപ്പെടുന്നത് ജീവനുകളെടുത്ത് ദയ കാണിക്കേണ്ടും, ആത്മാക്കളെ നേസിക്കണം, ഇതാണ്. അപ്പോൾ ഉയിരിറക്കം എന്ന് തമിഴിൽ പറയപ്പെടുന്ന ജീവകാരുണ്യമാണ് ആത്മനേയ ഓർമ്മപ്പാട്ടിക്ക് അടിസ്ഥാനമാകുന്നു. അപ്പോൾ ഈ അടിസ്ഥാനമായ അൻപിനെ അരുളിനെ കുറിച്ച് നമുക്ക് ശ്രീനാരായണ ഗുരു ഏറാളം പദ്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അരുൾ അൻപ് അണുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണ്, ഇത് ജീവധാരക അരുൾ ഉള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരി. ഇതുപോലുള്ള ഒരു വചനം നമുക്ക് വള്ളലാർ கத்தியத்திலுண்டு. தயவு கருணை அருள் என்பவை ஒரு பொருளையே குறிக்கும். ஆகவே பெரிய தயவுடைய அறிவே பூரண இன்பமாம், அது ஒப்பற்ற பெருந்தயவுடைய பேரறிவாம்.
இஃது வாச்சியார்த்தியம் என்று பேருபதேசத்தில் പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നാരായണഗുരു പറയുന്നുണ്ട് അനുകമ്പ ദശകത്തിൽ, അരുൾ இல்லை என்றால் அஸ்தித்தோல் நரம்பு ஞாறுகின்ற உடம்புதான் அவன். இது நம்முடைய திருக்குறளின் விவர்த்தனம் போல் இருக்கு. அன்பின் வழியது உயிர்நிலை அகுதிலார்க்கு என்பதோல் போர்த்த உடம்பு. அப்போ ഈ തിരുക്കുറളിനെയാണ് അവർ മാറ്റിയിരിക്കുന്നത്. പിന്നെ ജീവകാരുണ്യ പഞ്ചകം, ജീവകാരുണ്യം എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് രാമലിംഗ സ്വാമികളാണ്, വള്ളലാറാണ്. അപ്പോൾ ആ ജീവകാരുണ്യം എന്ന പേരിൽ ഒരു പഞ്ചകം രചിച്ചിട്ടുണ്ട് നമ്മുടെ ഗുരുദേവൻ. எல்லோரும் ஆத்ம சகோதரரே என்று கூறுவதனை நாம் கொள்ளுவது எப்படி? உயிர்களை இரக்கமற்று கொன்று புசிப்பது எப்படி? கொல்லாகில் அவன் குணமுள்ள பூமான், அல்லாகில் மிருகத்தோடு துல்லியன் அவன். கொல்லாவிரதம் உத்தமமாம், அதிலும் தின்னாவிரதம் உத்தமமாம். எல்லா மதசாரமும் ஓர்க்கில் இது എന്നല്ലേ പറയേണ്ടത് ധാർമ്മികരെ. ഇങ്ങനെ വള്ളലാറുടെ ജീവകാരുണ്യം എന്ന ആ സിദ്ധാന്തത്തിനെ സ്വീകരിച്ചു കൊണ്ടാണ് ജീവകാരുണ്യ പഞ്ചകത്തിനെ അവർ എഴുതിയിട്ടുണ്ട്. മാത്രമല്ലാതെ ഈ സിദ്ധന്മാർ പറഞ്ഞ ജാതിക്കെതിരായി പറഞ്ഞതേപോലെ, ആ ശിവവാക്യർ പറഞ്ഞതേപോലെ, പറച്ചിൽ നിന്നല്ലോ മഹാമുനി പിറന്നു, മക സുതരിച്ച മുനി കൈവർത്തമു കന്യയിൽ, നരജാതിയിൽ നിന്നേ അത്ര പിറന്നിടു വിപ്രനും പറയണും താണും. ശിവവാക്യർ പറഞ്ഞതുപോലെ പാർപ്പണൻ പറയൻ, ആ രണ്ട് ബൈനറി അപ്പോസിഷനാണ് നാരായണ ഗുരുദേവനും ഉപയോഗിക്കുന്നു. നരജാതിയിൽ നിന്നേ അത്രേ പിറന്നിടുന്നു, വിപ്രനും പറയണും താണും. അതുമാത്രമല്ലാതെ അവർ പറഞ്ഞ ഞങ്ങൾക്കെല്ലാം അറിഞ്ഞതാണ്. പേർ ഊർ തൊഴിൽ മൂന്നും പോറുമായത് കേൾക്കുക, ആറ് നീ എന്ത് കേൾക്കേണ്ട, നേര് മെയ്താനെ சொல்கையில். ഇങ്ങനെ ജാതി വ്യവസ്ഥയ്ക്ക് എതിരായ ഒരു ദർശനത്തെ നമ്മുടെ ഗുരുദേവൻ സിദ്ധന്മാരിൽ നിന്നും വള്ളലാറിൽ നിന്നുമാണ് അവരെടുത്തുകൊണ്ടത്. മാത്രമല്ലാതെ പല മതങ്ങളെ പറയുന്നവരെ വള്ളലാർ ராமலிங்க சுவாமிகள் கவை பெரு குருடர் கண்ட கதை போலே நமக்கு ഈ കാണാൻ സ്ഥിതിയില്ലാத ഒരു ആൾക്കാർ ആനയെ കണ്ടതുപോലെ എന്നുള്ള ഉപമാനത്തെ വള്ളലാർ ഉപയോഗിച്ച അതേ ഉപമാനത്തെ നമ്മുടെ ഗുരുവും ഉപയോഗിക്കുന്നു ആത്മ ഉപദേശ ശതകത്തിൽ. പല മതസാരവും ഏകമെന്ന് പാറാത് ഉലകിൽ ഒരു ആണയിൽ അന്നർ എന്ന പോലെ, പല മതസാരവും ഏകമെന്ന് പാറാത് ഉലകിൽ ഒരു ആണയിൽ അന്തർ എന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു അളവത് കണ്ട് അളയാതെ അമരുന്നിടണം. ഇങ്ങനെ ഈ ഉപമാനങ്ങൾ വള്ളലാർ ഉപയോഗിച്ചുള്ള അതേ ഉപമാനങ്ങൾ പോലെ മറ്റൊരു ഉപമാനമാണ് കയ്യിൽ നെല്ലി പോൽ വിളങ്ക് சிற்றம்பலம் கலந்தருள். ഇത് രാമലിംഗ സ്വാമികളുടെ തിരുവരുട്പായിലുള്ളത്. പിന്നെ അതേ ഉപമാനം പ്രപഞ്ചസുത്തി ദശകത്തിൽ നാരായണ ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളം തീ മുതലായി നിന്ന് ഉള്ളും വെളിയും നിറഞ്ഞു വസിടും, കള്ളം കണ്ടുപിടിച്ചാൽ ഉള്ളം കൈകണ്ട നെല്ലിതൻ കണിയാം. ഇങ്ങനെ നമ്മുടെ ഗുരു വള്ളലാർ ഉപയോഗിച്ച ആ ഉപമാനങ്ങളെ അവരും ഉൾക്കൊണ്ട് തൻ്റെ പദ്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ലാതെ അവർ തന്നുடைய അവസാന കാലത്ത് 1922 മുറുക്കമ്പുളയിൽ വിളക്ക് വഴിപാട്ടെ ஜோதி வழிபாடு வள்ளலாரான അവിടെ உருவாக்கியது தமிழகத்தில். அருட்பெருஞ்சோதி தனிப்பெரும் கருணை, ദൈവം ജ്യോതി വടിവിലാണ് ഇരിക്കുന്നത്. പിന്നെ ആ ജ്യോതി വഴിപാട്ടിന് മുറുക്കമ്പുള കോയിൽ ഗുരുദേവൻ ഉണ്ടാക്കി.
മാത്രമല്ലാതെ ആ മുറുക്കമ്പള അമ്പലത്തിൽ സത്യം, ധർമ്മം, ദയ, സ്നേഹം, ജ്യോതി എന്ന മഹത്തായ വാക്കിന് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. സത്യം, ധർമ്മ, ദയ, സ്നേഹം, ജ്യോതി. ഈ വാക്ക് അരുட்பெரும் ജ്യോതി തടിപ്പെരും കരുണை എന്ന് പറഞ്ഞ രാമലിംഗ സ്വാമികളോട് തുല്യമാണ്. ആഹ നമ്മുടെ ഗുരുവിൻ്റെ പല തത്വദർശനങ്ങൾക്ക് മുൻഗാമിയായി വളരാറുണ്ട്. ഇനി അവസാനമായി ഒരു വിഷയം മാത്രം നാം പറഞ്ഞ് എൻ്റെ സംസാരത്തിന് അവസാനിക്കുന്നു. അത് നാരായണ ഗുരുവിൻ്റെ സമൂഹ പ്രവർത്തനങ്ങൾ, സമൂഹ മാറ്റങ്ങൾ സുബ്രഹ്മണ്യ ഭാരതി കണ്ട് അവരെക്കുറിച്ച് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ കവിതകളിൽ മാത്രമല്ലാതെ അവരുടെ പത്രലേഖനങ്ങളിൽ അവർ എഴുതിയിട്ടുണ്ട് നാരായണ ഗുരുദേവനെക്കുറിച്ച്. മലയാളം ഡിണ്ടിമ சாஸ்திரியின் கதை, ராகவ சாஸ்திரியின் கதை, നമ്പൂതിരിമാരും നമ്പൂതിരികളും തീയരും എന്ന തലക്കെട്ടുള്ള ആ ലേഖനങ്ങളിൽ നാരായണ ഗുരുവിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വിഷയം, നാരായണ ഗുരു ഈ അരുവിപ്പുറത്ത് ശിവലിംഗത്തെ പ്രതിഷ്ഠ ചെയ്തതിനെക്കുറിച്ച് അവർ വിസ്താരമായി ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. മാത്രമല്ലാതെ ഒരു നമ്പൂതിരി നാരായണ ഗുരുട് ചോദിച്ചപ്പോൾ ഈ ശിവലിംഗയെ പ്രതിഷ്ഠ ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരം ആര് കൊടുത്തെന്ന് ചോദിച്ചപ്പോൾ ഇത് നമ്പൂതിരിമാരുടെ ശിവനല്ല, ഈഴവരുടെ ശിവൻ എന്ന് പറഞ്ഞ ആ വിഷയത്തെയും ഭാരതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ലാതെ തീയരെന്ന സമുദായത്തിൽ അവർ മുന്നേറി വരുന്നത് ആ വിഷയങ്ങളെക്കുറിച്ചും അവർ തങ്ങളുടെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. വിടുതലൈ വിടുതലൈ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് ഭാരതി എഴുതിയുള്ള ഒരു പദ്യത്തിൽ, ഒരു പാടലിൽ വിടുതലൈ വിടുതലൈ ഇങ്ങ് പറയരുക്കും തീയരുക്കും പുളയരുക്കും വിടുതലൈ. തീയർ തമിഴകത്തിൽ ഇല്ലാത്ത ഒരു ജാതിയാണ്. പക്ഷേ നാരായണ ഗുരുവ് മഹാകവി സുബ്രഹ്മണ്യ ഭാരതി അറിഞ്ഞതുകൊണ്ടാണ് അവരിങ്ങനെ എഴുതുന്നു, വിടുതലൈ വിടുതലൈ ഇങ്ങ് പറയരുക്കും തീയർ പുളയരുക്കും വിടുതലൈ. അവസാനമായി ഒരു വാക്ക് മട്ടും പറഞ്ഞ് ഞാൻ അവസാനിക്കുന്നു. അവർ നാരായണ ഗുരുവിനെ സുബ്രഹ്മണ്യ ഭാരതി നന്ദനെ പോൽ ഒരു പാർപ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാരായണ ഗുരുവിനെ 63 നായന്മാരിൽ ഉൾപ്പെട്ട നന്ദനാർ അടിച്ചമർത്തപ്പെട്ട ഒരു ജാതിയെ ചേർന്ന ആളെങ്കിലും ജ്ഞാനത്തിൽ ശിവന് വേണ്ടി അവർ മുമ്പോട്ട് വന്നു. അതുപോലെ ഈ നാരായണ ഗുരുവും ഒരു നന്ദനെ പോൽ ഒരു പാർപ്പാൻ എന്ന് ആ പദ്യത്തെ മറ്റും ഞാൻ വായിച്ചിട്ട് എൻ്റെ ഉரை അവസാനിക്കുന്നു. நந்தனை போல் ஒரு பார்ப்பான் இந்த நாட்டினில் இல்லை, குணம் நல்லதாயின் எந்த குலத்தினரேனும் அவர் ஈழுவ குலத்தினரேனும், அதான முக்கியம், எந்த குலத்தினரேனும் அவர் ஈழுவ குலத்தினரேனும் உணர்வின்பம் அடைதல் எளிதென கண்டோம். അപ്പോൾ ഈഴുവ കുലത്തിനരേനും എന്നും അവർ പറഞ്ഞത് നാരായണ ഗുരുവയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സന്ദർഭത്തിന് എനിക്ക് നൽകിയ സച്ചിദാനന്ദ സ്വാമികൾക്കും ജയപ്രകാശ് സാറിനും നന്ദി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. We have to complete this session soon around 7:30 p.m. So I request you, the distinguished guest, to summarize your speech. Next, Sri Raja V. Salyan, Vice President, Billava Association, Karnataka. ओम श्री गुरुभ्यो नमः. वाग्देवी महाताय नमो नमः. दुर्गा परमेश्वरी नमो नमः. स्वामी शरणमय्यप्पा. Our most respected Holy Srimad Satyananda Tirtha Swami, all dignitaries on the dais who are present and left for the day because of their own commitments, my Guru Narayan Bhaktas,
sitting here and understanding the message of Guru Narayan, particularly with respect to the spread in Karnataka and Chennai. Before I start, let me thank Shivagiri Tirtha Dhanam for inviting here and giving this opportunity, which I could get it through V.K. Mohammed sir, Mr. Mohandas sir of Mumbai, Dr. Narayan Gagade, Professor, Mumbai University. I am the former Vice President of Billava Association, Mumbai. Billava Association, Mumbai is not only spread its activities in the Mumbai, it is also spread to outside Mumbai as well as to Karnataka. Many of our guests have touched upon about Gurus, one caste, one religion, one God for the mankind, and how we were treated, what was the condition for entering the temple, etc., which I don't want to get into that, because most of you must have heard it many times. I will only say when and why Guru Narayan visited Karnataka for the first time. In the year 1906 or 1907, one Mr. Jarappa Nayak, Nayak is the title given to him by the Britishers. From Mangalore, he visited Gokarnatha temple, not the Kudroli Gokarnath, the original Gokarnath temple. He was a quite rich man, looking like upper class man with fair colors, families and all. So Brahmins took him as a Brahmin because they didn't ask him the caste, and Jarapaji didn't tell he is belonging to which caste. Basically, Billava. So they took him inside the Shiva temple. They allowed him to do the Abhisheka, and everything is over. Mr. Jarappa and his family went back to Mangalore. After some time, the chief priest of the temple came to Mangalore, had an interaction with his relatives. During that time, he mentioned about visit of Jarappa Nayaka and performed the puja. Immediately his relatives said, how did you allow Jarappa into the temple? Because he is Billava, he is a low caste man. So immediately priest rushed to Jarappa and told him, this is the offense you have committed, you did not tell us. So now you have to do the purification for the entire temple, incurring a huge expenditure. That means a lower caste persons, money, jewelry, gold, etc. offered to the god is okay, but he was not acceptable to the god. Now Jarappa started thinking what to do. Have I really committed the mistake? So he came in contact with Mr. Koragappa. He was a businessman at Mangalore. Koragappa was, along with one Mr. C. Abdul, was carrying out the business of import and export. He also had a contact with Kerala. So through his friends and relatives, he could find out what is happening in Kerala. That is how first he came to know about Guru Narayan ji. They approached Guru Narayan and told him what is all going on in Mangalore. Guru Narayan agreed to come to Mangalore. That is where he suggested them to have their own temple. So in the year 1908, the temple work started, and on 21st of February 1912, on the Mahashivaratri day, this temple got inaugurated.
The property of the temple was with Mr. Koragappa as a caretaker, which in the year 1947 he transferred to a Sangh. That is how Guru Narayan visited Mangalore and helped in reformation. Beloved Association Mumbai has 22 local offices. It is following the principles of Guru Narayan. Every year at all the local offices. Similarly, in Karnataka, there are more than 200 Sanghas. Everywhere, Guru Narayan's birthday is celebrated. Samadhi Day is worshipped. The focus on the education, focus on the helping the agricultural, focus for the needy, everything is done through this Bill of Association. One of the members of the Bill of Association also taken out a movie on the life of Guru Narayan. One Mr. Rajshekhar Kotyan, he acted, his son acted in the movie. That is how the importance was given to the Guru Narayan's preaching. What we need to understand is how do we apply the thoughts and principles of 1920 or 1928 to 2023. We say education, educate the people, but we need to understand the difference between education and qualification. There are well qualified people earning crores and crores, but they don't have the courtesy or the manner of taking care of their own parents. Such education we don't want. So Guru Narayan said, along with the education, one caste, one religion. Yes, one caste. We say birds. Birds mean there are variety of birds. Have you seen any time bunch of crows sitting with parrots or with the pigeons? They're all birds. So, as rightly said, birds of the same feather will remain together. Therefore, as Billavas, we also, while we believe that yes, there is one caste, as a Billava we should remain together. Whether it's in Kerala or Karnataka or Haryana or West Bengal, we should be able to generate a link between the Billavas by whatever the name called, Idigas or whatever it is. That should be our focus. Then only we can have that so-called unity. While taking a practical approach, if you have to show your unity and if you have to achieve something, you also need to have the political power. Therefore, are we Billavas? Though we are in majority, let us say in the state of Karnataka, particularly South Canara, Billavas are the highest population. But what is the use of this highest population? Are they together? Are they able to influence? So Guru says there is a strength in the unity. So how to create this strength? Therefore, if we are able to, we have to influence and we have to get the justice, then at least if not in the world, in all India level, we should get united and say that yes, what Guru said we are following, we are one caste. As a part of Guru Narayan's preachings, Karnataka government declared Guru Narayan's birthday as the holiday. That is because at the state and the taluk, at every level, this performing of the puja, taking processions, preaching should spread. Important is
involving the youngsters. If we don't involve the youngsters in these activities, carrying forward the message of Guru, putting into practice the message of Guru may not take place. Therefore, my humble request would be, let us try to work out how do we have All India network to have the unity. Government has also established a corpus in Karnataka for the upliftment of the Billavas. There are good number of schools, there are good number of colleges. Billava Association Mumbai is running night school where there is no fee to the students. Uniform, books, train pass, everything is provided free. Billava Association in Karnataka is also running a school where there is English medium and the Kannada medium. For Kannada medium, there is a grant from the government, but English medium it is not there. Free food in the afternoon is provided to all the students, Kannada as well as English. So what is important is connecting with the people. We have to open our eye, that is EYE, and we have to close eye, that is I. Then only we can get united, prosper, and give real tribute to our Guru. Jai Hind, Jai Guru Narayan. Next, felicitation. Advocate N. Ilango, State President Tamil Nadu, Gurupadham Prajarana Sabha. மதம் எதுவானாலும் மனிதன் நல்லவனாக இருக்க வேண்டும் என்ற மகத்தான தத்துவத்தை இவ்வுலகிற்கு எடுத்துரைத்த மகான் ஸ்ரீ நாராயண குருதேவன் அவர்களை வணங்கி எனது உரையை துவங்குகின்றேன். 91வது சிவகிரி தீர்த்தாடன மகாமக விழாவில் தமிழ்நாடு மற்றும் கர்நாடக நிலங்களில் குருச்சாரியார் என்ற தலைப்பில் ஒரு அருமையான கருத்தரங்கை ஏற்பாடு செய்த சிவகிரி மடத்தின் தன்னிகரற்ற தலைவர் பிரம்மஸ்ரீ சச்சிதானந்தா சுவாமி அவர்களுக்கும் ஆற்றல்மிகு பொதுச் செயலாளர் ஸ்ரீமத் சுபஹாரானந்தா சுவாமி அவர்களுக்கும் தமிழ் மக்களின் சார்பாக நெஞ்சார்ந்த நன்றியினை தெரிவித்துக் கொள்கின்றேன். குருச்சாரியார் தமிழ்நாடு மற்றும் கர்நாடகா நிலங்களில் என்ற கருத்தரங்கில் எனக்கு முன்னால் பேசிய ஆன்றோர்களுக்கும் எனக்கு பின்னால் பேச இருக்கின்ற சான்றோர்களையும் வணங்கி நேரத்தின் அருமை கருதி எனது சிற்றுரையை துவங்குகின்றேன். நமது குரு பகவான் அவர்கள் கேரளா மட்டுமல்ல, தமிழ்நாடு, கர்நாடகா மற்றும் இலங்கை, ஆந்திரா ஆகிய பல இடங்களுக்கு சென்று தனது கருத்துக்களை எடுத்துரைத்து உலக மக்களுக்காக தம்மை தியாகம் செய்த குருதேவன் அவர்கள் 1928ஆம் ஆண்டு செப்டம்பர் மாதம் 20ஆம் நாள் வர்கலையில் நமது சிவகிரி ஆசிரமத்தில், அதாவது இவ்விடத்தில் மகா சமாதி அடைந்தபோது தமிழகத்தின் பகுத்தறிவு பகலவன் தந்தை பெரியார் அவர்கள் தனது தமிழ் நாளிதழான திராவிடனில் ஒரு இரங்கல் செய்தி வெளியிட்டிருந்தார். அந்த இரங்கல் செய்தியை உங்களிடம் பகிர்ந்து கொண்டு எனது உரையை முடித்துக் கொள்கின்றேன். அந்த இரங்கல் செய்தியில், அந்தோ அந்தோ அருளுரம் பூண்ட ஸ்ரீ நாராயணகுரு சுவாமிகள் அந்தோ அந்தோ தாம் ஆருயிரை நீந்து விட்டார் என்ற செய்தி அறிந்து ஆன்றோரை துயரடைகிறோம். இன்றைக்கு 2500 ஆண்டுகளுக்கு முன் மத புரட்டு, வேத புரட்டு, ஜாதி புரட்டு, பார்ப்பன புரட்டு இவற்றையெல்லாம் ஒழிப்பதற்கு எப்படி புத்தர் தோன்றினாரோ அதேபோல் ஸ்ரீ நாராயணகுரு தோன்றினார் என்றும், ஸ்ரீ நாராயணகுரு சுவாமிகளின் கொள்கை ஒரே மதம், ஒரே கடவுள், ஒரே ஜாதி, கடவுளுக்கும் மக்களுக்கும் இடையே தரகர்கள் கிடையாது,
என்பவனவாகும். சுவாமிகள் தாழ்ந்த வகுப்பினருக்கு உயிர் கொடுத்தவர், சுயமரியாதை கொள்கையை பரப்பியவர். மலையாளத்தில் இப்பொழுது ஏதாவது சுயமரியாதை தாண்டவம் ஆடுகிறது என்றால் அது ஸ்ரீ நாராயணகுரு சுவாமிகளின் பிச்சை என்றே சொல்ல வேண்டும். தமக்கென வாழாது பிறர்க்கென வாழ்ந்த இம்மகான் உயிர் நீத்தது சுயமரியாதை இயக்கத்திற்கு கை ஒடிந்தது போலாகும். நாம் ஆன்றொணா துயரை சுவாமிகளின் சீடர்களுக்கு அறிவித்துக் கொள்கிறோம் என்று கூறியுள்ளார். மகாகவி பாரதியார், பகுத்தறிவு தந்தை பெரியார், பேரறிஞர் அண்ணா, தமிழகத்து தலைவர்களால் கவரப்பட்ட குருதேவர் சொல் செயல் என்று செய்து காட்டிய சீர்திருத்தங்கள் ஏராளம் ஏராளம். போதனைகளையும் சாதனைகளாக மாற்றிய ஸ்ரீ நாராயண குரு அவர்களை வணங்கி நாம் அவர் வழியில் நடப்போம் என்று கூறி எனக்கு வாய்ப்பளித்த அனைவருக்கும் மீண்டும் நன்றி கூறி விடைபெறுகிறேன். நன்றி, வணக்கம். ശ്രീ ഡി രാമചന്ദ്രകുമാർ, ലീഡർ, ഇല്ലത്തുപിള്ളൈ കമ്മ്യൂണിറ്റി, മധുര. சிவகிரி யாத்திரை மகாமகம் திருவிழா நிகழ்ச்சிக்கு வருகை புரிந்துள்ள அனைத்து பெரியோர்களுக்கும் மற்றும் வரவேற்புரை நல்கிய ஸ்ரீமத் சத்யானந்த தீர்த்த சுவாமிகள் மற்றும் மேடையில் அமர்ந்திருக்கும் சான்றோர் பெருமக்கள் அனைவருக்கும் எனது பணிவான அன்பு கலந்த வணக்கத்தை தெரிவித்துக் கொள்கிறேன். இந்த விழாவில் நான் பங்கு பெறுவதில் பெருமகிழ்ச்சி அடைகிறேன். இந்த விழாவில் வாழ்த்துரை வழங்குவதற்கு எனக்கு வாய்ப்பளித்த நல்ல உள்ளங்களுக்கு நன்றியினை காணிக்கையாக்குகின்றேன். திரு நாராயணகுரு அவர்கள் எது சரியானது, எது அன்பு என்ற தேடல் அவருக்குள் இருந்தது. ஒட்டுமொத்த பிரபஞ்சமும் ஒரே சக்தியினால் ஆனது என்ற தத்துவ சிந்தனை உடையவர். ஒன்றே குலம், ஒருவனே தேவன் என்று கூறி எளியவர்களுக்கு கோவில் வழிபாடு மறுக்கப்பட்ட போது அவருக்குள் எழும்பிய அத்வைத தத்துவ சிந்தனை மாற்று அரசியல் சிந்தனைக்கு வித்திட்டது. ஆலய பிரவேசம் செய்வதை விட்டுவிட்டு ஆற்றங்கரையில் ஒரு சிலையை பிரதிஷ்டை செய்து தருகிறேன் என்று ஸ்ரீ நாராயணகுரு கூறி அதற்கு ஈழவ சிவன் என்று அறைகூவல் விடுகிறார். இனி தமக்காக கோவில்களை நாமே கட்டி கொள்ளலாம், அதற்கான வழிமுறைகளை உங்களுக்கு உருவாக்கி தருகிறேன் என்று கூறினார். கோவிலை வழிபாட்டு கூடமாக மட்டும் பார்க்காமல் கல்வி நிலையமாகவும் பண்பாட்டு மேலமை பெறக்கூடிய மையமாகவும் பார்க்க வேண்டும் என்றும், மூட நம்பிக்கைகளுடன் கூடிய சில தெய்வ வழிபாட்டு முறையை ஸ்ரீ நாராயணகுரு ஆதரிக்கவில்லை. கடவுள் ஒருவரே என்பது இவரது கொள்கை. இவருடைய சிந்தனை கேரளாவில் பெரும் அதிர்வுகளை ஏற்படுத்தியது. இவர் கேரளத்தின் விடிவெள்ளி. சங்கரரின் அத்வைதம் மக்களிடமிருந்து விலகி நின்றது. ஸ்ரீ நாராயணகுருவின் அத்வைதம் மக்களின் வாழ்வியலோடு இரண்டர கலந்து இருந்தது. உண்மையான பரம்பொருள் அறிந்து கொண்டால் சகோதரத்துவத்துடன் வாழ முடியும் என்பது இவரது ஆன்மீகத்தின் உச்சம் என்று கூறலாம். ராமானுஜர், வள்ளலார், அயோத்திதாசர், அம்பேத்கர், ஐயன்காளி ஆகியோரை நினைக்கும் ஒவ்வொரு நொடியும் நினைவில் வைத்திருக்க வேண்டிய மற்றொரு பெயர் ஸ்ரீ நாராயணகுரு சுவாமிகள் என்று கூறி விடைபெறுகிறேன். வணக்கம். ഈ സമയപരിമിതി മൂലം ഈ സമ്മേളനത്തിൽ ആശംസ അർപ്പിക്കേണ്ട ശ്രീ KR ശശിധരൻ അവറുകൾ അദ്ദേഹം ആശംസ അർപ്പിച്ച് ഈ സമ്മേളനത്തിന് കൃതജ്ഞത കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം എന്ന് അദ്ദേഹം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സംപൂജ്യ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ, ശ്രീമദ് സുഭാംഗി സ്വാമിജികൾ, സത്യാനന്ദ തീർത്ഥ സ്വാമികൾ, വിശ്വേശ്വരാനന്ദ സ്വാമികൾ,
സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർകൾ, ഉദ്ഘാടക ബഹുമാന്യ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ്, മുഖ്യപ്രഭാഷകൻ ബഹുമാന്യ MLA ശ്രീ BK ഹരിപ്രസാദ് ജി, വേദിയിലും സദസ്സിലും സന്നിഹിതരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഗുരുഭക്തരെ, സഹോദരി സഹോദരന്മാരെ, ശിവഗിരി തീർത്ഥാടനം അതിൻ്റെ 90 വർഷം പിന്നിടുകയാണ്. 1932 5 മഞ്ഞക്കിളികൾ തുടങ്ങിവെച്ച അറിവിൻ്റെ തീർത്ഥാടനം ഇന്നിപ്പോൾ ലോകമെമ്പാടുമുള്ള അനേക ലക്ഷം ആളുകൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുക്കുന്ന മഹാതീർത്ഥാടനമായി മാറിക്കഴിഞ്ഞു. മനുഷ്യരാശിയുടെ സമഗ്രമായ പുരോഗതിക്കുതകുന്ന തരത്തിൽ ഗുരു വിഭാവനം ചെയ്ത തീർത്ഥാടനം അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കുവാൻ ഗുരു ഉപദേശിച്ച 8 വിഷയങ്ങൾ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരവിശ്വാസം, സംഘടന മുതലായവ എത്രമാത്രം കാലിക പ്രസക്തിയുള്ളതാണെന്ന കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ ശ്രേയസ്സിനും പ്രേയസ്സിനും ഒരുപോലെ ഉത്ഗതി ഉളവാക്കുന്ന ഈ തീർത്ഥാടനം ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. എത്രയും മഹത്തരമായ ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും മഹത് വ്യക്തികളുടെയും ഗുരുഭക്തരുടെയും സന്യാസി വര്യന്മാരുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് പ്രബുദ്ധമായ ഈ സദസ്സിൽ വെച്ച് 2 വാക്ക് സംസാരിക്കുവാനും സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. അതിനെനിക്ക് അവസരം നൽകിയ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾക്ക് ആദ്യമായി തന്നെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. 7ാം വയസ്സിൽ നാഗമ്പടം ക്ഷേത്രത്തിൽ വെച്ച് ഗുരുദേവനെ നേരിട്ട് കണ്ട പരേതനായ കാക്കാമ്പറമ്പിൽ രാഘവൻ്റെ മൂത്ത മകനാണ് ഞാൻ. ഗുരുവിൻ്റെ അനുഗ്രഹം എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ജീവിതമാർഗം തേടി ഗോവയിലെത്തിയ എനിക്ക് അവിടെ ശ്രീനാരായണ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുവാനും പിന്നീട് പ്രസിഡന്റ് സ്ഥാനം വരെ വഹിക്കുവാൻ സാധിച്ചതെന്നും ഞാൻ കരുതുന്നു. 1977 കാലഘട്ടത്തിൽ ഗോവയിലുണ്ടായിരുന്ന ഒരു പറ്റം മലയാളികൾ, അവർ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ടവർ, ഗുരുവിൻ്റെ സന്ദേശങ്ങളിലും തത്വങ്ങളിലും ആകൃഷ്ടരായി ഗുരുധർമ്മ പ്രചരണാർത്ഥം ശ്രീ നാരായണ ഗുരു മെമ്മോറിയൽ സൊസൈറ്റിക്ക് രൂപം നൽകി. സെൻട്രൽ ഗോവയിലെ പോണ്ട എന്ന ടൗണിനടുത്ത് ഒരു കുന്നിൻ്റെ നെറുകയിൽ 1 ഏക്കറോളം സ്ഥലം വാങ്ങുവാൻ അന്ന് സൊസൈറ്റിക്ക് സാധിച്ചു. എങ്കിലും പിന്നീട് അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ധാരാളം മലയാളികൾ ഗോവയിൽ സെറ്റിൽഡായി. ശ്രീ നാരായണീയർ വീണ്ടും 1998 ഒത്തുകൂടി. വാങ്ങിയ സ്ഥലത്തോട് ചേർന്ന് കുറച്ചുകൂടി സ്ഥലം വാങ്ങി അവിടെ ഒരു ഗുരുമന്ദിരം പണിയാൻ തീരുമാനിക്കുകയും അങ്ങനെ എല്ലാവരുടെയും പരിശ്രമത്താൽ 2004 മനോഹരമായ ഒരു ഗുരുമന്ദിരം ആ കുന്നിൻ മുകളിൽ ഉയർന്നു. ആ കുന്ന് ഇപ്പോൾ ശ്രീനാരായണഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നു. കാലക്രമേണ മന്ദിരത്തിനോട് ചേർന്ന് പലവിധ സൗകര്യങ്ങളും വന്നു ചേർന്നു. ഒപ്പം ഗുരുവിനെ പഠിക്കാനും അത് ഉൾക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനും സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് ഉത്സാഹവുമായി ധാരാളം പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയും ഗുരുദർശനത്തിൻ്റെ മഹത്വം അംഗങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനും പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ നടത്തിയ പ്രബോധന ധ്യാനം ഗോവയിലെ മലയാളികളെ ഗുരുവിലേക്ക് കൂടുതൽ ആകർഷിപ്പിച്ചു. ഗുരുകൃതികളും സന്ദേശങ്ങളും അവർക്ക് കൂടുതൽ ആകർഷിപ്പിച്ചു. ഗുരുകൃതികളും സന്ദേശങ്ങളും അവർക്ക് മനഃപ്പാടമായി. ഗുരുവിൻ്റെ വിശ്വമാനവിക ദർശനം തിരിച്ചറിഞ്ഞ് ജാതിമത ഭേദമില്ലാതെ ധാരാളം ആളുകൾ പ്രസ്ഥാനവുമായി സഹകരിക്കാൻ തുടങ്ങി. അവിടുത്തെ സർക്കാർ പോലും പലവിധ ഡെവലപ്മെൻറ്റ് വർക്കുകളും ചെയ്തു തന്നു. ഗോവയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും മന്ത്രിയുമായ ശ്രീ സുധിൻ ധവളിക്കർ പ്രസ്ഥാനത്തിന് വേണ്ടി സർക്കാരിൽ നിന്നും നൽകിയ ഡെവലപ്മെൻറ്റ് വർക്കുകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഗോവക്കാരും ഗുരുദർശനം പഠിക്കാനും ഗുരുവിനെ അറിയുവാനും താല്പര്യം കാണിക്കുന്നതിൽ പ്രസ്ഥാനത്തിന് അഭിമാനിക്കാം. കൂടാതെ ഗോവ മലയാളികളുടെ പുതിയ തലമുറകളും ഗുരുവിനെ അറിയുവാൻ മുന്നോട്ട് വരുന്നുണ്ട്. ശിവഗിരിയിലെ പ്രമുഖരായ സന്യാസിമാർ ശ്രീമദ് സ്വരൂപാനന്ദ സ്വാമികൾ, ഋതംബരാനന്ദ സ്വാമികൾ, ധർമ്മചൈതന്യ സ്വാമികൾ, ശിവസ്വരൂപാനന്ദ സ്വാമികൾ, ഗുരുപ്രസാദ് സ്വാമികൾ, വിശാലാനന്ദ സ്വാമികൾ, സാന്ദ്രാനന്ദ സ്വാമികൾ, തന്മയി സ്വാമികൾ തുടങ്ങിയവരും മറ്റ് പ്രമുഖ പ്രഭാഷകരായ സർവശ്രീ MR യശോധരൻ, ശ്രീമതി ഗീതാ സുരാജ്, ബിജു പുളിക്കലേടത്ത്, മുല്ലക്കര രത്നാകരൻ, സജീവ് കൃഷ്ണൻ, ഡോക്ടർ സുഗീത, സിനോഷ് പരിയാരം തുടങ്ങിയവരും പ്രഭാഷണങ്ങളും സ്റ്റഡി ക്ലാസുകളും നടത്തി ഗുരുധർമ്മ പ്രചാരണത്തിൽ പങ്കാളികളായി.
സൊസൈറ്റിയിലെ അംഗങ്ങൾ എല്ലാ വർഷവും ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗുരുവിനെ ഉപാസനാമൂർത്തിയായി കണ്ട് ആരാധിക്കുന്നവർ വർദ്ധിച്ചു വരുന്നു. ഞാൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് തന്നെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയും ഗംഭീരമായി നടന്നു. സംഘടനയുടെ പേര് ശ്രീനാരായണ ഗുരു മിഷൻ സൊസൈറ്റി ഗോവ എന്ന് പുനർനാമകരണവും ചെയ്ത് ഇത് നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയുടെ ധ്യാനം നടക്കുമ്പോൾ നിർദ്ദേശിച്ച പേരായിരുന്നു. ഏതാണ്ട് സ്വാമി ധ്യാനം നടത്തി 5 വർഷങ്ങൾക്ക് ശേഷം ആ പേരാക്കാനായിട്ട് പറ്റി ഞങ്ങൾക്ക്. കിഴക്ക് മലമുകളിൽ ഉദയവും പടിഞ്ഞാറ് അസ്തമയം കാണാവുന്ന ഒരു മിനി ശിവഗിരിയാണെന്നാണ് അവിടെ വരുന്നവരുടെ എല്ലാവരുടെയും അഭിപ്രായം. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വലിയൊരു വിഭാഗം ജനങ്ങൾ ഗുരു സശരീരനായിരുന്ന കാലത്ത് തൊട്ട് ഗുരുചര്യ ശീലിച്ചവരാണ്. അതവർ തലമുറകളായി പരിപാലിച്ചു പോരുന്ന ഗുരുവിൻ്റെ പാത പിന്തുടരുവാൻ അവർ ബദ്ധശ്രദ്ധരുമാണ്. അവിടുത്തെ പല ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ വലിയ ഗുരുഭക്തരും വിശ്വാസികളുമാണെന്ന് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഗോവക്കാരിലേക്കും ഗുരുധർമ്മം എത്തിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും സൊസൈറ്റി നടത്തി വരുന്നു. അതൊക്കെ സഫലീകൃതമാകട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അനുവദിച്ച സമയം അതിക്രമിച്ചതിനാൽ എൻ്റെ ഈ സന്ദേശം നിർത്തുകയാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നതോടൊപ്പം ഇന്ന് എന്നെ ഏൽപ്പിച്ച കൃതജ്ഞത കൂടി പറയുവാൻ സ്വാമിജി പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് വെൽക്കം അഡ്രസ് നടത്തിയ ശ്രീമദ് സത്യാനന്ദ സ്വാമിജി തീർത്ഥസ്വാമികൾ, പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തിയ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ഇനാഗുറേഷൻ ചെയ്ത മിസ്സസ് വീണ ജോർജ്, ഹോണറബിൾ ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് കേരള, കീനോട്ട് അഡ്രസ് ചെയ്ത ശ്രീ BK ഹരിപ്രസാദ് MLA, ലെക്ചേഴ്സ് നടത്തിയ ശ്രീ രാജാ V സല്യാൻ, അഡ്വക്കേറ്റ് N ഇളങ്കോ, മിസ്റ്റർ D രാമചന്ദ്രകുമാർ തുടങ്ങിയ എല്ലാവർക്കും ഇന്നത്തെ ഇതിൽ വന്ന് സംബന്ധിച്ചതിലും സംഭാഷണം നടത്തിയതിലും നമ്മൾക്ക് വേണ്ട ഉപദേശം നൽകിയതിലും ഗുരുധർമ്മ പ്രചരണ സഭയുടെ പേരിലും ഞങ്ങളുടെ എല്ലാ പേരിലും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും കൃതജ്ഞതകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ. സ്നേഹമുള്ളവരെ, പ്രസംഗിക്കാൻ വന്നു നിന്നതല്ല, 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം. ഇന്നിപ്പോൾ ഈ സമ്മേളനം പര്യവസാനിക്കുന്നു. ഇനി കലാപരിപാടികളാണ്. രാത്രി 12 മണിക്ക് നവവത്സര പൂജ മഹാസമാധി സന്നിധാനത്തിൽ നടക്കും. രാത്രി 12 മണിക്ക് നവവത്സര പൂജ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. നവവത്സര പൂജ കഴിഞ്ഞ് എല്ലാവർക്കും ഗുരുദേവൻ്റെ നാണയത്തൊട്ട് എല്ലാവർക്കും നൽകുന്നുണ്ട്. അവരവിടെ ദക്ഷിണ സമർപ്പിച്ച് നാണയത്തൊട്ടുകൾ ഏറ്റുവാങ്ങണമെന്നും അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നൊരു അനുഗ്രഹമാണ്, ഒരു പുണ്യമാണ്. അതുപോലെ നാളെ രാവിലെ